നന്ദിയോട് സ്തുതിക്കുന്നപ്പാ, നന്ദിയോട് സ്തുതിക്കുന്നു, നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവെ, നന്ദിയോട് സ്തുതിക്കുന്നു. അനുഗ്രഹമായ ഒരു ദിവസം കൂടി ദൈവം നമുക്ക് നൽകിയതിനായി നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവെ. സ്തോത്രം, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. നിത്യനും കാരുണ്യവാനായും ദയാശീലുവായ പിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അങ്ങയുടെ ഏകപുത്രനായ കർത്താവ് യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു. പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും എല്ലാ അകൃത്യത്തിൽ നിന്നെല്ലാം അങ്ങയുടെ ഏകമകനായ കർത്താവ് യേശുക്രിസ്തു വഴി ഞങ്ങളെ വീണ്ടെടുത്ത നല്ല ദൈവമേ, ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്നു, നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പുത്രനായ യേശുവേ, അങ്ങ് മഹിമാധനം വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അങ്ങയുടെ സ്വന്തം ശരീരം തകർക്കപ്പെട്ടു. അങ്ങയുടെ തിരു രക്തം കർത്താവെ ഈ മാനവരാശിക്കായി നൽകി ഞങ്ങളെ പാപത്തിൽ നിന്നെല്ലാം വീണ്ടെടുത്ത നല്ല ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പ കർത്താവെ. ഗലാത്യ ലേഖനത്തിൽ ഞങ്ങൾ വായിക്കുന്നല്ലോ, മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവൻ. അതേ കർത്താവെ, ഞങ്ങളുടെ ശപിക്കപ്പെട്ട അവസ്ഥകളെല്ലാം അങ്ങ് ഏറ്റെടുത്തതിനായി നന്ദിയോട് സ്തുതിക്കുന്നപ്പ, നന്ദിയോട് സ്തുതിക്കുന്നു. ഈ നിമിഷം വരെയും ഞങ്ങളെ കാത്തുരക്ഷിച്ച ദീർഘായുസ് നൽകിയ നല്ല ദൈവമേ, ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വാഗ്ദാനമായ യേശുവിന്റെ സഹായനായ ആ പരിശുദ്ധാത്മ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പ. ഞങ്ങളെ അനുനിമിഷം വഴി നടത്തി ദൈവ സാന്നിധ്യത്തിൽ ഞങ്ങളെ നടത്തുന്ന ദൈവമേ, ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്നു. പരിശുദ്ധാത്മ ദൈവമേ, ഞങ്ങളോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ അനുകൂലമായ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ ആഴമായ ചിന്താഗതിയിലേക്ക്, ആഴമായ മർമ്മപരമായ അർത്ഥത്തിലേക്ക് ഞങ്ങളെ വഴിതിരിച്ചു കൊണ്ടുപോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പ കർത്താവ് യേശുവേ. 1 തെസ്സലോനിക്ക 5:16-17-18 തിരുവചനങ്ങളെ അലിച്ചു തന്നുണ്ടല്ലോ. നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കും, ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നന്ദിയും സ്തുതിയും പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അതേ കർത്താവെ, ഞങ്ങൾക്ക് ഇന്നൊരു ദിവസം നൽകി പ്രഭാതം മുതൽ ഈ സമയം വരെയും ഞങ്ങളെ കാത്തുപരിപാലിച്ചു, ദീർഘായുസ് നൽകി, എല്ലാ സങ്കടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും എല്ലാം ഞങ്ങളെ വിടുവിച്ച നല്ല ദൈവമേ, നന്ദിയോട് സ്തുതിക്കുന്നപ്പ, നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവെ. കഴിഞ്ഞ ദിവസങ്ങളിൽ എത്രയോ മക്കൾ ഈ ലോകത്തു നിന്ന് തന്നെ വേർപെട്ടു പോയിരിക്കുന്നു. എത്രയോ മക്കൾ ആക്സിഡന്റുകൾ സംഭവിച്ചിരിക്കുന്നു, മാരകമായ രോഗത്തിന് അടിമയായി ഹോസ്പിറ്റലിലായിരിക്കുന്നു. കർത്താവ് യേശുവേ, അതിൽ നിന്നെല്ലാം ഞങ്ങളെ വിടുവിച്ചുകൊണ്ട് പരിപൂർണമായും കാത്തു പരിപാലിച്ച നല്ല ദൈവമേ, ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്നപ്പ. ഒന്നും ഞങ്ങളുടേതായ കഴിവുകൊണ്ടല്ല, അങ്ങയുടെ കൃപയാൽ മാത്രം. കർത്താവെ, അങ്ങയുടെ തിരുവചനാല് ചെയ്യുന്നുണ്ടല്ലോ, 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്തൊക്കെയും ഞാനുണ്ടാകുമെന്ന്. കർത്താവെ, ഞങ്ങളിതാ ഒരുമിച്ച് കൂടിയില്ല എങ്കിലും, നേരിട്ട് കാണുന്ന വിധം ഒരുമിച്ച് കൂടിയില്ല എങ്കിലും, വിവിധ രാജ്യങ്ങളിൽ കർത്താവെ, ഞങ്ങളിതാ ഈ സുവിശേഷ യോഗത്തെ കർത്താവെ, അങ്ങയുടെ തിരുവചനത്തെ ശ്രദ്ധയോടെ കേട്ടും കണ്ടും കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ മധ്യേ, ഈ രാജ്യങ്ങളുടെ മധ്യേ അങ്ങ് ഉണ്ട് എന്ന് നിങ്ങൾ പരിപൂർണമായിട്ടും വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷങ്ങൾ വായിക്കുന്നുണ്ടല്ലോ, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ അതിന്റെ ശാഖകളുമാകുന്നു. ആരെന്നിലും ഞാനിലും വസിക്കുന്നവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. ആ മുന്തിരിവള്ളി ആവുന്ന കർത്താവ് യേശുവിനോട് ശാഖകളാവുന്ന കൊമ്പുകളാവുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്നും ഈ നിമിഷം കർത്താവെ ചേർന്നിരിക്കാനുള്ള കൃപ നൽകിയതിനായി നന്ദിയോട് സ്തുതിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും ആളുവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവെ യേശുവേ, ഇന്നതാ വിവിധ രാജ്യങ്ങളിൽ ഈ ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ദാസൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവേ, ഈ മക്കളിൽ നിന്ന് എത്രയോ ഭാരത്താൽ അവരുടെ രോഗങ്ങളെ ഓർത്ത്, സാമ്പത്തികമായ തകർച്ചകളെ ഓർത്ത്, ഹല്ലേലൂയ, അവരുടെ ജീവിത പങ്കാളിയെ ഓർത്ത്, മക്കളെ ഓർത്ത്, ജോലി ഭാരങ്ങളെ ഓർത്ത് എത്രയോ പേർ ദുഃഖത്തോടെ ഇരിക്കുന്നു. യേശുവേ, അങ്ങയുടെ അണിപടാർന്ന കരങ്ങൾ കൊണ്ട് ഈ മക്കളെല്ലാം തുറണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ബലംകരം, വീര്യം പ്രവർത്തിക്കുന്ന ബലംകരം ഇന്നും പ്രവർത്തിക്കുന്നു എന്ന് ഞങ്ങൾ പരിപൂർണമായി മനസ്സിലാക്കുന്നു. കർത്താവേ യേശുവേ, ഈ ദാസനിൽ കൂടി പോകുന്ന അങ്ങയുടെ തിരുവചനം ഈ മക്കളുടെ ഹൃദയത്തിലേക്ക് ആഞ്ഞു ചെല്ലുമ്പോൾ വിടുതലുകൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, സൗഖ്യങ്ങൾ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, അന്ധകാര ശക്തിയുടെ കെട്ടുകൾ പൊട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഹല്ലേലൂയ. എന്ന യേശുവിന്റെ നാമത്തിൽ, നസ്രായനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ, ഞങ്ങളതാ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹൃദയത്തിൽ ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഓ സ്തോത്രം കർത്താവെ, യേശുവിന്റെ നാമത്തിൽ കർത്താവെ, നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവെ, ലുദിയയുടെ
ഹൃദയം തുറന്ന ദൈവം ഈ തിരുവചനം കേൾക്കുന്ന കർത്താവെ, ശുശ്രൂഷ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവെ, സ്തോത്രമായി മക്കളുടെ ഹൃദയങ്ങളെ അങ്ങ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ കർത്താവെ, ഈ സുവിശേഷക്കാർ കേൾക്കുന്നതിന്, ഈ തിരുവചനം കേൾക്കുന്നതിന് കർത്താവെ, ഈ ആത്മീയ കൃപ മക്കളിലേക്ക് വ്യാപരിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ പിശാചിന്റെയും എല്ലാ അന്ധകാര ശക്തികളെയും എല്ലാ ദുഷ്ടശക്തികളെയും നസ്രായനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ദാസൻ ശാസിച്ച് ബന്ധിച്ച് ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം. കർത്താവെ, നന്ദിയോട് സ്തുതിക്കുന്നു. അപ്പ നന്ദിയോട് സ്തുതിക്കുന്നു, നന്ദിയോട് സ്തുതിക്കുന്നു, നന്ദിയോട് സ്തുതിക്കുന്നു. സമാധാനമില്ലാത്തവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകാം. അത് ലോകം തരുന്നത് പോലെ അല്ല. കർത്താവെ, അങ്ങയുടെ തിരുസന്നിധിയിൽ അനേകം മക്കൾ, കർത്താവെ, സമാധാനമില്ലാത്ത അനേകം കുടുംബങ്ങൾ, അനേകം വ്യക്തികൾ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് വന്നിരിക്കുകയാണ്. കർത്താവെ യേശുവേ, അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി ഈ സമാധാനമില്ലാതിരിക്കുന്ന ആ കുടുംബങ്ങളുടെ മേൽ, മക്കളുടെ മേൽ കർത്താവെ, അങ്ങയുടെ സമാധാനം കൊണ്ടങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കാവൽ ദൂതന്മാരെ അങ്ങ് ഇറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഗ്നിമയമായ ദൈവദൂതന്മാരുടെ സാന്നിധ്യം നിന്ന് കുടുംബങ്ങളിൽ ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ തിരുവചനം കേൾക്കുമ്പോൾ കർത്താവെ, എല്ലാ ബന്ധനങ്ങളും എല്ലാ കെട്ടുകളും പൊട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ കർത്താവെ, സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ കർത്താവെ, ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ, വിവിധ രാജ്യങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഈ മക്കളുടെ കൂട്ടായ്മയെ കർത്താവെ, എല്ലാ ബന്ധനങ്ങളും പൊട്ടിമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു, മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം. ഹല്ലേലൂയ. സ്തോത്രപ്പ, സ്തോത്രം 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 സ്തോത്രങ്ങൾ. ഹല്ലേലൂയ. പ്രിയ ദൈവവിശ്വാസികളെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവവിശ്വാസികളെ, ഞാൻ എന്നും പറയുന്നത് പോലെ വീണ്ടും പറയുന്നു, ഞാൻ എന്നും പറയുന്നത്, എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. നമ്മൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അനേകായിരം പേർ ഈ തിരുവചനത്തെ, ഈ ശുശ്രൂഷയെ വളരെയധികം ശ്രദ്ധയോടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അനേകായിരം പേർ. ഹല്ലേലൂയ. വിവിധ രാജ്യങ്ങളിൽ നിന്നും കൊണ്ട്, നിങ്ങൾ ഏത് രാജ്യത്ത് എവിടെയായിരുന്നാലും പ്രിയ വിശ്വാസികളെ, നിങ്ങളോട് വളരെ ആത്മാർത്ഥത്തോട്ട് പറയുകയാണ്, നിങ്ങൾ എവിടെയായിരുന്നാലും ഒരു ഹാളിൽ ഒരുമിച്ചിരുന്ന് ദൈവവചനം കേൾക്കുന്ന ആ ചിന്താഗതിയോടുകൂടി, ആ വിശ്വാസത്തോടുകൂടി ദൈവത്തിന്റെ വചനങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ആയിരിക്കണമേ. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പ, നന്ദിയോട് സ്തുതിക്കുന്നു, നന്ദിയോട് സ്തുതിക്കുന്നു. നമ്മളിപ്പോൾ ഒരു ഹാളിലിരിക്കുകയാണെങ്കിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമല്ലോ. കാരണം സ്തുതികളിൽ വാഴുന്ന ദൈവം, ആരാധനകളുടെ മധ്യേ വാഴുന്ന ദൈവം, നമുക്ക് നമ്മൾ കരങ്ങളടിക്കുമ്പോൾ സ്തുതികളിൽ വാഴുന്ന ദൈവം ഇന്നതാ നിങ്ങൾ ഇരിക്കുന്ന വ്യക്തികളുടെ കുടുംബങ്ങളുടെ മധ്യേ ഇറങ്ങുന്നു, നിങ്ങളുടെ ശരീരങ്ങളുടെ മേൽ മധ്യേ ഇറങ്ങുന്നു. സ്തുതിക്കുമ്പോൾ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയുന്നു. ഹല്ലേലൂയ. കർത്താവേ, ആരാധനകളിൽ വസിക്കുന്ന ദൈവമേ, സ്തുതിക്കുന്ന മക്കളുടെ മധ്യേ ഇരിക്കുന്ന ദൈവമേ, കർത്താവേ, ഞങ്ങളുടെ മധ്യേ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇസ്രായേൽ മക്കൾ എരിഹോ പട്ടണത്തിന് വേണ്ടി ഹല്ലേലൂയ, എരിഹോ പട്ടണത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി തടസ്സമായി നിന്നപ്പോൾ, ആ മക്കൾ സ്തുതിച്ചപ്പോൾ, കർത്താവെ, ആ പട്ടണത്തിന് ചുറ്റും, മതിലിന് ചുറ്റും സ്തുതിച്ചപ്പോൾ, സ്തുതിയുടെ സാന്നിധ്യം കൊണ്ട്, ദൈവത്തിന്റെ മഹത്വം കൊണ്ട് ആ മതിൽ പൊളിഞ്ഞ് അവർ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലത്തേക്ക് കയറിയതുപോലെ കർത്താവെ, ഇന്ന് നിങ്ങൾ സ്തുതിക്കുമ്പോൾ കർത്താവെ, സ്തോത്രം, ഈ രാത്രിയുടെ യാമങ്ങളിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് സ്തുതിക്കുമ്പോൾ പല അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന മതിലുകൾ പൊളിയുക തന്നെ ചെയ്യും. വിശ്വാസത്തോടെ എല്ലാവരും ഉച്ചത്തിലൊന്ന് കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഉച്ചത്തിലൊന്ന് കരങ്ങൾ അടിച്ചുകൊണ്ട് നിങ്ങൾ ആയിരിക്കുന്ന സമയങ്ങളിൽ, നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ, ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഉച്ചത്തിൽ കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തിന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ബന്ധനങ്ങൾ പൊട്ടട്ടെ, മുഖങ്ങൾ തകരട്ടെ. കർത്താവെ, അടിമത്തങ്ങൾ കർത്താവെ ഒടിഞ്ഞു വീഴട്ടെ, അടിമത്തങ്ങൾ തകരട്ടെ. യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം. കർത്താവെ, നന്ദിയോട് സ്തുതിക്കുന്നപ്പ, നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നു. ആ തുടക്കത്തിൽ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെട്ടു തുടങ്ങി. ഹല്ലേലൂയ. അതാണ് സ്തുതികളുടെ മധ്യേ ഇറങ്ങി വരുന്ന ദൈവം. ആരാധിക്കുമ്പോൾ ആരാധിക്കുന്ന ജനങ്ങളുടെ മധ്യേ ഇറങ്ങി വരുന്ന ദൈവം. ഹല്ലേലൂയ. സ്തോത്രപ്പ, സ്തോത്രം. ഹല്ലേലൂയ. ഒരു സഹോദരിയോട് ദൈവം ഇടപെടുകയാണ്. ഒരു സഹോദരി ദൈവം ഈ സമയത്ത് തന്നെ ഇടപെടുകയാണ്. ഹല്ലേലൂയ. പ്രിയ സഹോദരി, നിന്നോട് ദൈവത്തിന്റെ ആത്മാവിനാൽ സംസാരിക്കുകയാണ്. നിന്റെ ഹൃദയത്തിൽ നീ പറയുന്നു, ഇതൊന്നും കേട്ടിട്ട് വലിയ കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ ഫോൺ ഓഫ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. നീ ഈ ദൈവവചന ശുശ്രൂഷയിൽ നിന്ന് പിന്മാറാനായിട്ട് നീ ശ്രമിക്കുന്നു. പ്രിയ സഹോദരി, നീ ഒരു കാരണവശാലും പിന്മാറരുതേ.
നീ ഒരു കാരണവശാലും പിന്മാറരുതേ. പിശാച് പല പല തോന്നലുകളും പല പല ബന്ധനങ്ങളും നിന്റെ മനസ്സിൽ കൊണ്ടുതരും. നിനക്കൊരു വിടുതലിന്റെ സമയമാണ്, നിന്റെ അഭിവൃദ്ധിയുടെ സമയമാണ്. മാൻപേടയുടെ കാല് പോലെ നിന്റെ കാലുകളെ ബലപ്പിച്ചുകൊണ്ട് നീ ഉന്നതിയിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കാൻ പോവുകയാണ്. പ്രിയ സഹോദരി, ഒരു കാരണവശാലും നീ ഈ ശുശ്രൂഷയിൽ നിന്നും മടങ്ങി പോകരുതേ, പിന്മാറി പോകരുതേ, ഈ കൂട്ടായ്മയിൽ നിന്ന് പിന്മാറി പോകരുത്. ദൈവവചനം മുഴുവനും കേട്ട് നീ ശ്രദ്ധയോടെ ഏറ്റെടുക്കണമേ, ശ്രദ്ധയോടെ ഏറ്റെടുക്കണമേ. ഇത് നിനക്ക് ആവശ്യമായ തിരുവചനത്തിന്റെ ദൂത് ഇന്നത്തെ സന്ദേശത്തിലുണ്ട്. സ്തോത്രം, സ്തോത്രപ്പ, സ്തോത്ര, ഹല്ലേലൂയ. ഈ ദൈവം തന്ന ഈ ദൂതിനെ ഓർത്തുകൊണ്ട് നമുക്ക് ശക്തമായി കരങ്ങളടിച്ച് ഏറ്റെടുക്കാം, ശക്തമായി കരങ്ങളടിച്ച് ഏറ്റെടുക്കാം. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പ, നന്ദിയോട് സ്തുതിക്കുന്നു. വീണ്ടും ഇടപെടുകയാണ് ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും ഇടപെടുകയാണ്. ഹല്ലേലൂയ. സ്തോത്രപ്പ, സ്തോത്രം കേട്ടാ. ഹല്ലേലൂയ. സിന്ധഹ ബാരൂഡാരിഷ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ നന്ദിയോട് സ്തുതിക്കുന്നു. ഒരു വ്യക്തിയോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. നിന്റെ ഹൃദയത്തിലെ വാൾവ് മാറ്റിവെക്കണം എന്നും ഡോക്ടർമാർ നിനക്ക് വിധി എഴുതിയിരിക്കുന്നു. സ്തോത്രം. നിന്റെ ഹൃദയത്തിലെ വാൾവ് മാറ്റിവെച്ചാൽ മാത്രമേ നിനക്ക് ജീവൻ നൽകുകയുള്ളൂ, നിനക്ക് രക്ഷയുള്ളൂ എന്ന് ഡോക്ടർ നിനക്ക് വിധി എഴുതിയിരിക്കുകയാണ്. ഡോക്ടർ നിന്റെ റെക്കോർഡിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ പ്രിയ വിശ്വാസി ആ റെക്കോർഡിനെ, ഡോക്ടർ എഴുതിയ റെക്കോർഡിനെ യേശു ഇന്ന് വലിച്ചു കീറി ദൂരെ കളയുന്നതായിട്ട് ദൈവാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി കാണിച്ചു തരികയാണ്. ഹല്ലേലൂയ. സ്തോത്ര. ഹല്ലേലൂയ. കാരണം ഇന്ന് രാത്രി ഡോക്ടറുടെ സൃഷ്ടിച്ച ദൈവം, ഡോക്ടറിനേക്കാൾ വലിയവനായ ദൈവം, അഖിലാണ്ടവത്തിന്റെ സൃഷ്ടികർത്താവ് യേശു കർത്താവ് നിന്നെ ഓപ്പറേറ്റ് ചെയ്ത് നിനക്കൊരു പുതിയ വാൾവ്, ഹൃദയത്തിൽ നിനക്കൊരു പുതിയ വാൾവ് ദൈവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ ഒരു വാൾവ് നിനക്ക് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയൊരു വാൾവ് നിനക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്, യഥാസ്ഥാനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയ വിശ്വാസി, നിന്റെ നെഞ്ചത്ത് നീ കരം വെച്ച് കണ്ണീരോടെ പ്രാർത്ഥിക്ക്. ഞങ്ങളിതാ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ കേൾക്കുന്ന എല്ലാവരും ഒരുമിച്ച് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. കർത്താവായ യേശുവേ, നസ്രായനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, ഇപ്പോൾ കിട്ടിയ ദൈവത്തിന്റെ ആ ദൂത് കർത്താവെ, ഞങ്ങളിതാ ആ ദൂതിനെ ഓർത്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിലെ വാൾവ് മാറ്റിവെക്കാനായിട്ട് ഡോക്ടർ എഴുതിയിരിക്കുന്നു കർത്താവെ. എന്നാൽ ആ ഡോക്ടറുടെ എഴുത്തിനെ ഇന്ന് രാത്രി ഇപ്പോൾ കർത്താവെ, ആ റെക്കോർഡിനെ ഛേദിച്ചുകൊണ്ട് കർത്താവ് യേശുവെ, ഞങ്ങളിതാ ഒന്നടങ്കം പ്രാർത്ഥിക്കുന്നു, കണ്ണുനീർ നിലവിളിയോടെ പ്രാർത്ഥിക്കുന്നു. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ വചനം അയച്ചുകൊണ്ട്, പാറയെ തകർക്കുന്ന കൂടത്തേക്കാൾ ശക്തിയേറിയ വചനം അയച്ചുകൊണ്ട് കർത്താവെ, അങ്ങയുടെ ആണിപ്പാടാർന്ന കരങ്ങൾ കൊണ്ട് ആ വ്യക്തിയുടെ ഹൃദയത്തിലെ വാൽവിനെ ഇപ്പോൾ തുറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ വ്യക്തിയുടെ കർത്താവെ, കരം വെച്ചിരിക്കുന്ന ആ കരത്തിൽ അങ്ങയുടെ ആണിപ്പാടാർന്ന കരങ്ങൾ തുറന്നമേ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം കർത്താവെ, പുതിയൊരു വാൾവ്, ഹൃദയത്തിലൊരു പുതിയ വാൾവ് അങ്ങ് വെച്ചു കൊടുത്തതിനായി, അങ്ങ് ഓപ്പറേറ്റ് ചെയ്ത് അങ്ങ് വെച്ചു കൊടുത്തതിനായി യേശുവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പാ, നന്ദിയോട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവവിശ്വാസികളെ, ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഈ ശുശ്രൂഷയിൽ കൂടി നിങ്ങൾക്ക് ചെറുതും വലുതുമായി കിട്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും, എല്ലാ വിടുതലുകളും ഉറപ്പായിട്ട് സിസ്റ്ററിനെ നിങ്ങൾ അറിയിക്കുക തന്നെ ചെയ്യണം. കാരണം ഇന്നൊരു സാക്ഷ്യം വന്നു, ഇന്നൊരു സാക്ഷ്യം കേൾക്കാൻ സാധിച്ചു. കഴിഞ്ഞ ദിവസത്തെ ആരാധനയിൽ, പ്രാർത്ഥനയിൽ, ഇതുപോലെ കൊടുത്തുകൊണ്ടിരുന്ന പ്രാർത്ഥനയിൽ തന്നെ 2 കാൽമുട്ടിലും ഭയങ്കരമായ വേദന എടുത്ത് കിടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലുള്ള ഒരു വ്യക്തി കേട്ടുകൊണ്ടിരുന്നു. എന്നാൽ ശുശ്രൂഷ കഴിഞ്ഞപ്പോഴേക്കും ആ വ്യക്തിക്ക് പരിപൂർണമായിട്ടും കാൽമുട്ടിന്റെ വേദനയെല്ലാം മാറി. പക്ഷേ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ കൂടി, ദൈവജന ശുശ്രൂഷയിൽ കൂടി കിട്ടിയതാണോ അല്ലാതെ എനിക്ക് സ്വമേധയാ കിട്ടിയതാണോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ സംശയിച്ചിരുന്നു. റാണി സിസ്റ്ററോട് വിളിച്ചു പറഞ്ഞില്ല, അതൊന്നും പറയേണ്ട ആവശ്യമില്ല, ഇതൊന്നും ദൈവത്തിന്റെ പ്രവൃത്തിയല്ല, ദൈവത്തിന്റെ വിടുതലല്ല എന്നുള്ള വിശ്വാസത്തോടു കൂടി അവർ അത് പറഞ്ഞില്ല. തിരിച്ച് പറയാത്തത് കൊണ്ട്, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാത്തത് കൊണ്ട് വീണ്ടും ആ കാൽമുട്ടിൽ വീണ്ടും വേദന അനുഭവപ്പെട്ടു. സ്തോത്രം. അപ്പോൾ ആണ് ആ വ്യക്തി ഓർമ്മിച്ചത്, നേരത്തെ എനിക്ക് വിടുതൽ നൽകിയത് ദൈവം തന്നെയാണ്, അതുകൊണ്ട് ആ വിടുതലിന്റെ സാക്ഷ്യമായി ഞാൻ റാണി സിസ്റ്ററെ അറിയിക്കും
എന്ന് തീരുമാനമെടുത്തപ്പോൾ ദൈവം വീണ്ടും അവരുടെ ശരീരത്തിൽ ഇടപെട്ടുകൊണ്ട് ആ കാൽമുട്ടലെ വേദനയിൽ നിന്നും ആ മകൾക്ക് വിടുതൽ കൊടുത്തു. ഞാൻ പറഞ്ഞു വന്നത്, ഒരു കാരണവശാലും നിങ്ങൾക്ക് കിട്ടുന്ന ചെറിയതായിരിക്കാം, വലുതായിരിക്കാം. എക്സോർ ഏതായിരുന്നാലും ശരി തന്നെയാണ്. നിങ്ങൾ ഒരു കാരണവശാലും അതിൽ നിന്ന് മാറരുത്. കൂടാതെ ഈ 2 ദിവസത്തിന് മുമ്പായിട്ട് ഒന്നറിയാൻ സാധിച്ചു, കേരളത്തിൽ തന്നെയാണ്, ബ്രസ്റ്റിൽ ട്യൂമർ ഉണ്ടായിരുന്നു. വലത് ബ്രസ്റ്റിൽ ട്യൂമർ ഉണ്ടായിരുന്ന ഒരു അമ്മ, ഉറങ്ങാൻ സാധിക്കുന്നില്ല, ഭയങ്കരമായ വേദന. പിന്നെ അതിന്റെ ഇഞ്ചക്ഷൻ മറ്റുള്ള കാര്യങ്ങളെല്ലാം കൊണ്ട് അവരുടെ ശരീരം തന്നെ ആകെ ഒരുമാതിരി മോശപ്പെട്ട രീതിയിലായിരുന്ന ഒരു സഹോദരി പ്രാർത്ഥിച്ചു. അവരെന്നെ വിളിച്ചിരുന്നു, സിസ്റ്റർ നമ്പർ കൊടുത്തു, എന്നെ വിളിച്ചിരുന്നു. നിരന്തരമായിട്ട് ഞാൻ ഡെയിലി അവർക്ക് വേണ്ടി വിളിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പായിട്ട്, സ്തോത്രം, 2 ദിവസത്തിന് മുമ്പായിട്ട് അവർ ഡോക്ടറെ കാണാൻ പോയി. കീമോ എടുത്ത ഡോക്ടറെയും റേഡിയേഷൻ എടുത്ത ഡോക്ടറെയും പോയി കണ്ടു. ഈ 2 പേരും അവർക്ക് ട്രീറ്റ്മെന്റുകൾ നടത്തിയവരാണ്. അവർ മാറിയും തിരിഞ്ഞ് 2 ഡോക്ടർമാരും മാറിയും തിരിഞ്ഞും പരിശോധിച്ചിട്ടും ക്യാൻസറിന്റെ ഒരു സിംറ്റംസ് പോലും ആ അമ്മയുടെ മേൽ കാണുന്നില്ല. സ്തോത്രം. ക്യാൻസറിന്റെ ഒരു സിംറ്റംസ് പോലും ആ അമ്മയുടെ മേൽ കാണുന്നില്ല. അമ്മ വിശ്വസിക്കുന്നില്ല. ഉണ്ട് ഡോക്ടറെ, സിംറ്റംസ് ഉണ്ട് ഡോക്ടറെ എന്ന് പറയുന്നു. വേദന ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് വേദനയൊന്നുമില്ല, വേദനയൊന്നും മാറി. ആ ഡോക്ടർമാർ മണിക്കൂറോളം മാറി പരിശോധിച്ചിട്ട് ഉറപ്പ് കൊടുക്കുകയാണ്, അമ്മയെ നിങ്ങൾക്ക് സുഖമായിട്ട് ധൈര്യമായിട്ട് പൊയ്ക്കോളാം, ഇനി നിങ്ങൾ ഒരു ക്യാൻസർ പേഷ്യന്റ് അല്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പൊയ്ക്കൊള്ളാം, ഈ ക്യാൻസറിന്റെ ഒരു സിംറ്റംസും നിങ്ങൾക്കില്ല എന്ന് ആ അമ്മയോട് പറഞ്ഞു. ആ അമ്മ എന്നെ ഫോണിൽ വിളിച്ചു സാക്ഷ്യം പറയുകയും ചെയ്തു. അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ, ദൈവത്തിന്റെ സന്നിധിയിലാണ് നിങ്ങൾക്ക് ഇരിക്കുന്നത്. ദൈവം ഒന്ന് തൊട്ടാൽ, ദൈവം ഒന്ന് സ്പർശിച്ചാൽ, ദൈവം ഒരു നീരുറവ തുറന്നാൽ അത് തുറന്നത് തന്നെയാണ്. അതിനാർക്കും അടയ്ക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് എല്ലാവരും ഒരുമനപ്പെട്ട് പ്രാർത്ഥനയോടെ ഇരിക്കുക. കർത്താവേ, ഇന്നത്തെ ശുശ്രൂഷയിൽ കൂടി എനിക്കും ഒരു വിടുതൽ നൽകണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥനയോടെ ഇരുന്നോ. ദൈവം നിങ്ങളെ വിടുവിക്കുക തന്നെ ചെയ്യും. കർത്താവേ, നന്ദിയോട് സ്തുതിക്കുന്നു. ദൈവം ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി, കർത്താവ് യേശു ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, നന്ദിയോട് സ്തുതിക്കുന്നു. അപ്പൊ വലത് കാലിന്റെ പാദത്തിൽ, തറയിൽ ചവിട്ടുന്ന ആ പാദത്തിൽ, ഹല്ലേലൂയ, നന്ദിയോട് സ്തുതിക്കുന്നപ്പ ചവിട്ടുമ്പോൾ, ഹല്ലേലൂയ, മുള്ളുകൊണ്ടുള്ള വേദന പോലെ, സൂചി കുത്തുന്ന വേദന പോലെ തറയിൽ ചവിട്ടുമ്പോൾ, ഹല്ലേലൂയ, തറയിൽ ചവിട്ടാൻ പറ്റാത്ത രീതിയിൽ തറയിൽ ചവിട്ടിയാൽ മുള്ളു കൊള്ളുന്ന പോലത്തെ വേദന, ഒരു സൂചി കുത്തുന്നത് പോലത്തെ വേദന. ഹല്ലേലൂയ, നന്ദിയോട് സ്തുതിക്കുന്നപ്പ ആ വ്യക്തിയെ ഇപ്പോൾ അവർ കരം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ആ കാലിൽ ദൈവം ആ വ്യക്തിക്ക് പരിപൂർണമായി സൗഖ്യം നൽകി അനുഗ്രഹിക്കുകയാണ്. പ്രിയ വിശ്വാസി, നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നീ ധൈര്യമായിട്ട് ആ കാൽ ഉപയോഗിച്ചുകൊണ്ട്, ആ ഒറ്റ കാൽ ഉപയോഗിച്ചുകൊണ്ട് നീ തറയിൽ തുള്ളിച്ചാടുക. തുള്ളിച്ചാടി പരിശോധിക്കുക. നിനക്ക് പരിപൂർണമായും വിടുതൽ നൽകി അനുഗ്രഹിക്കുകയാണ്. നിനക്ക് പരിപൂർണമായിട്ടും ദൈവാത്മാവ് കർത്താവ് യേശു ക്രിസ്തു ഒരു പരിപൂർണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുകയാണ്. പ്രിയ വിശ്വാസികളെ, എല്ലാവരും കരങ്ങളടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഇത് കേൾക്കുമ്പോൾ തന്നെ പല പല വിടുതലുകൾ ദൈവം എനിക്ക് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ നന്ദിയോട് സ്തുതിക്കുന്നു. പല വിടുതലുകൾ പല വ്യക്തികൾക്കും ദൈവം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഏറ്റെടുത്തോ കർത്താവ്. എനിക്ക് ഇപ്പോൾ വിടുതൽ അങ്ങ് അയക്കുകയാണ്. എനിക്ക് ഇപ്പോൾ ഒരു സൗഖ്യം അയക്കുകയാണ്. എന്റെ മക്കൾക്കും അങ്ങ് ഒരു സൗഖ്യം അയക്കുകയാണ്. എന്റെ ജീവിത പങ്കാളിക്ക് ഒരു സൗഖ്യം അയക്കുകയാണ്. പരിപൂർണമായിട്ട് വിടുതൽ ഏറ്റെടുത്തോ. നിങ്ങൾക്കൊരു വിടുതൽ അയച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. നമ്മൾ ദൈവജനഭാഗത്തിലേക്ക് പോവുകയാണ്. ഇന്നത്തെ അല്പസമയ ചിന്തയ്ക്കായിട്ട് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 27-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യം ഒന്ന് വായിക്കാം. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം യേശയ്യാ ചാപ്റ്റർ 27, 1-4. ബൈബിൾ ഉള്ളവർക്ക് ബൈബിൾ എടുക്കാം. അതിനേക്കാൾ ഉപരി എഴുതിയെടുക്കാൻ പറ്റുന്നവർ പേനയും പേപ്പറും എടുത്ത് എഴുതിയെടുത്തോളുക. സമയം കിട്ടുമ്പോൾ ബൈബിൾ നോക്കിക്കൊള്ളുക. യേശയ്യാ 27-ാം അധ്യായം 1-4, 1 മുതൽ 4 വരെ. ഓക്കെ.
കടുപ്പവും വലിപ്പവും ബലവുമുള്ള തന്റെ വാൾ കൊണ്ട് വിദ്രുത സർപ്പമായ ലിവ്യാധാനെയും വക്രസർപ്പമായ ലിവ്യാധാനെയും സന്ദർശിക്കും. സമുദ്രത്തിലെ മഹാസർപ്പത്തെ അവൻ കൊന്നുകളയും. അന്ന് നിങ്ങൾ മനോഹരമായ ഒരു മുന്തിരിത്തോട്ടത്തെ പറ്റി പാട്ടുപാടുവിൻ. യഹോവയായ ഞാൻ അതിനെ സൂക്ഷിക്കും. ക്ഷണം പ്രതി ഞാൻ അതിനെ നനയ്ക്കും. ആരും അതിനെ തൊടാതിരിക്കേണ്ടതിന് ഞാൻ അതിനെ രാവും പകലും സൂക്ഷിക്കും. ക്രോധം എനിക്കില്ല. യുദ്ധത്തിൽ പറക്കാരെയും ഉൾപ്പടർപ്പും എനിക്ക് വിരോധമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ അവയുടെ നേരെ ചെന്ന് അവയെ ആകപ്പാടെ ചുട്ടുകളയുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ കേട്ട ദൈവവചനത്തെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവ് ദൈവമേ, നന്ദിയോട് സ്തുതിക്കുന്നപ്പം കർത്താവ് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 27-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ ഞങ്ങൾക്ക് നൽകിയതിനായി നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവെ, ഈ തിരുവചനങ്ങൾ ഞങ്ങൾക്കുള്ള ദൂത് തന്നെ ആയിരിക്കണം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ള കർത്താവെ കൃപാവരങ്ങൾ, ഒരു സൗഖ്യങ്ങൾ, വിടുതലുകൾ ഈ തിരുവചനത്തിൽ കൂടി ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും മാനവും മഹത്വവും എല്ലാം അങ്ങേക്ക് നൽകുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ വിശ്വാസികളെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 27-ാം അധ്യായം വായിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്, ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 27-ാം അധ്യായത്തിൽ പറയുന്നു ഇസ്രായേലിന്റെ വീണ്ടെടുപ്പ്. കാരണം ഇസ്രായേൽ മക്കൾക്ക് എല്ലാം ഉണ്ടായിരുന്നു, എല്ലാ അനുഗ്രഹവും ഉണ്ടായിരുന്നു. ഇസ്രായേൽ മക്കൾ എന്ന് പറഞ്ഞാൽ യേശു കർത്താവിനെ ഏകദൈവമായി സ്വീകരിച്ച് യേശുവിന്റെ മക്കളായി നിന്നു. വളരെ കഷ്ടതയിൽ കൂടി നിന്ന മക്കൾ കർത്താവ് യേശുവിനെ ഏകദൈവമായി സ്വീകരിച്ച് അവരുടെ ജീവിതം മുന്നോട്ട് പോയപ്പോൾ, ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് മുന്നോട്ട് പോയപ്പോൾ ദൈവം അവരെ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ഇന്നും ഇതേ അവസ്ഥകൾ തന്നെയാണ്. പക്ഷെ അവർക്ക് എല്ലാം കിട്ടിയപ്പോൾ, സ്തോത്രം, വീട് കിട്ടി, എല്ലാം കിട്ടി. വീട് കിട്ടി, കാറുകൾ കിട്ടി, ജോലികൾ കിട്ടി, ഡയബറ്റീസ് കിട്ടി, പ്രഷർ കിട്ടി, എല്ലാം കിട്ടി. എല്ലാം കിട്ടിയപ്പോൾ അവർ ദൈവത്തെ മറുതലിക്കാൻ തുടങ്ങി. ഇത് ദൈവമാണോ എനിക്ക് തന്നത്? ഈ സമ്പത്തെല്ലാം തന്നത് ദൈവമാണോ? എന്നാൽ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം പോലും കുടിക്കാൻ കിട്ടാത്ത ഒരു അവസരം ഉണ്ടായിരുന്നു. ആ അവസരത്താണ് ദൈവസന്നിധിയിൽ നിന്ന് ഇസ്രായേൽ മക്കൾ മുട്ടിന്മേൽ നിന്നുകൊണ്ട് നിലവിളിക്കുന്നത്. അടിമത്വത്തിൽ കടന്നപ്പോൾ, കഷ്ടതയിൽ കടന്നപ്പോൾ. ഇത് നമ്മുടെയൊക്കെ അവസ്ഥ തന്നെയാണ്. അവരെ മാത്രമല്ല, നമ്മളിന്ന് ആ ഇസ്രായേൽ മക്കൾ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്, യേശുവിന്റെ മക്കൾ. ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് മുട്ടിന്മേൽ നിന്ന് നിലവിളിച്ച് ആരാധിച്ച് ദൈവത്തെ സ്തുതിച്ചപ്പോൾ അവർക്ക് എല്ലാം കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാം കൊടുത്തു. എല്ലാം കൊടുത്തപ്പോൾ അവർ ദൈവത്തെ മറന്ന് വീണ്ടും ദൈവത്തോട് മറുതലിക്കാൻ തുടങ്ങി. ദൈവത്തെ കുറ്റം പറയാൻ തുടങ്ങി. അന്യ ആരാധനകളിൽ പോകാൻ തുടങ്ങി. പാരമ്പര്യമായ ചില ആരാധനകളിൽ പങ്കെടുത്തു. ദൈവത്തെ മറന്നും കൊണ്ട് അവർ വീണ്ടും ജീവിച്ച് മുന്നോട്ട് പോയപ്പോൾ ദൈവം അവരെ അടിമത്തത്തിലോട്ട് വിടുകയാണ്. ദൈവം വിടുവിച്ച ദൈവമാണല്ലോ, കഷ്ടതയിൽ കടന്ന ദൈവമാണല്ലോ, കഷ്ടതയിൽ കടന്ന ജനങ്ങളെ വിടുവിച്ച ദൈവമാണല്ലോ. ദൈവത്തെ അവർ അറിയണമല്ലോ. സ്തോത്രം. ആദ്യം നമ്മൾ 27-ാം അധ്യായം 1-ാം വാക്യമാണ് വായിക്കുന്നത്. അന്നാളിൽ യഹോവ കടുപ്പവും വലിപ്പവും ബലവുമുള്ള തന്റെ വാൾ കൊണ്ട് വിദ്രുത സർപ്പമായ ലിവ്യാധാനെയും വക്രസർപ്പമായ ലിവ്യാധാനെയും സന്ദർശിക്കും. സമുദ്രത്തിലെ മഹാസർപ്പത്തെ അവൻ കൊന്നുകളയും. സ്തോത്രം. ആ ഒരു വാക്യത്തിൽ നിന്നുകൊണ്ടാണ്, ഒരു വാക്യം വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ വീണ്ടും 2, 3, 4 പോകും. ഓക്കെ. അന്നാളിൽ, എല്ലാവരും ശ്രദ്ധിക്കുക, അന്നാളിൽ. അപ്പൊ എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ വരും, ഒരു ചോദ്യചിഹ്നം വരും. ഏത് നാളിൽ? അന്നാളിൽ എന്ന് പറയുന്നത് ഏത് നാളിൽ? സ്തോത്രം. ഞാൻ ആദ്യമേ പറഞ്ഞു 27-ാം അധ്യായം ഇസ്രായേലിന്റെ വീണ്ടെടുപ്പാണെന്ന്. ഓക്കെ. ഇവിടെ പറയുന്നു അന്നാളിൽ യഹോവ കടുപ്പവും വലിപ്പവും ബലവുമുള്ള. അപ്പൊ അന്നാളിൽ എന്ന് പറയുന്നത് എന്ന് നാളിൽ, ഏത് നാളിൽ? ഹല്ലേലൂയ. ആ 27-ാം അധ്യായം വ്യക്തമായിട്ട് വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത്, അതായത് ബാബിലോണിയ അടിമത്വത്തിൽ നിന്ന് ഇസ്രായേൽ മക്കൾ വിടുവിക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഇസ്രായേൽ മക്കൾ പാപം ചെയ്തു. ദൈവത്തെ ആരാധിച്ചിരുന്ന, ദൈവത്തെ സ്തുതിച്ചിരുന്ന, ദൈവം വീണ്ടെടുത്ത, പാപത്തിന്റെ അകൃത്യത്തിന്റെ എല്ലാ സാഹചര്യത്തിൽ നിന്നും വീണ്ടെടുത്ത ഇസ്രായേൽ മക്കൾ വീണ്ടും പാപം ചെയ്തപ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, അവർ വീണ്ടും പാപം ചെയ്തപ്പോൾ ദൈവം അവരെ ഒരു അടിമത്തത്തിലോട്ട് അയക്കുകയാണ്.
ബാബിലോണിയ സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിലോട്ട് അയക്കുകയാണ്. പക്ഷെ അവരെ അടിമത്തത്തിലോട്ട് അയച്ചുവെങ്കിലും കരുണാമയനായ ദൈവം, ദയാശീലുവായ ദൈവം അവര് ഒരിക്കലും മറന്നു കളഞ്ഞിട്ടില്ല. അവർ ദൈവത്തെ മറന്നു കളഞ്ഞുവെങ്കിലും ഈ അടിമത്തത്തിലോട്ട് അയച്ച ഇസ്രായേൽ മക്കളെ ദൈവം ഒരു നാളും മറന്നു കളഞ്ഞിട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ആ അടിമത്തത്തിൽ നിന്നും, ബാബിലോണിയ സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ മക്കളെ ദൈവം വീണ്ടെടുത്തു, തിരിച്ചെടുത്തു, റീസ്റ്റോർ ചെയ്തു. വീണ്ടെടുക്കുമ്പോൾ ആ വീണ്ടെടുത്ത ദൈവത്തെയാണ് അന്നാളിൽ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആ ബാബിലോണിയ സാമ്രാജ്യത്തിൽ നിന്നും ഇസ്രായേൽ മക്കളെ വീണ്ടെടുത്ത, റീസ്റ്റോർ ചെയ്ത ആ ദിവസത്തെയാണ് അന്നാളിൽ എന്ന് പറയുന്നത്. ഈ അന്നാളിൽ ലിവ്യാദാൻ എന്ന് പറയുന്നത് സമുദ്രത്തിലെ മഹാസർപ്പത്തെയാണ് സൂചിപ്പിക്കുന്നത്. സങ്കീർത്തനം 74 അധ്യായം 14 വാക്യവും സങ്കീർത്തനം 104 അധ്യായം 26 വാക്യത്തിലും ഈ ലിവ്യാദാനെ കുറിച്ച് പറയുന്നുണ്ട്. ലിവ്യാദാൻ സമുദ്രത്തിലെ മഹാസർപ്പത്തെ കുറിച്ച് പറയുന്നു. ഓക്കെ, അപ്പോൾ ഈ മഹാസർപ്പം എന്ന് പറയുന്നത് ഒരു പൈശാചിക ശക്തിയാണ്, ഒരു അന്ധകാര ശക്തിയാണ്. കുടുംബങ്ങളെ നശിപ്പിക്കുന്ന, മാനസികമായ രോഗത്തിൽ കൂടി, ക്യാൻസർ രോഗത്തിൽ കൂടി, ഹല്ലേലൂയ, പല രോഗത്തിൽ കൂടി, സാമ്പത്തിക തകർച്ചയിൽ കൂടി, ശാന്തിയില്ലാത്ത, സമാധാനമില്ലാത്ത അവസ്ഥയിൽ കൂടി കുടുംബങ്ങളെ നശിപ്പിക്കുന്ന ഒരു ശക്തിയാണ് പൈശാചിക ശക്തി, അതായത് ഈ മഹാസർപ്പത്തിന്റെ ശക്തി. സ്തോത്രം. ഈ തിരുവചനത്തിൽ പൈശാചിക ശക്തികളെ സർപ്പശക്തികളായി സൂചിപ്പിക്കുന്നുണ്ട്. ഈ പൈശാചിക ശക്തികളെ സർപ്പശക്തികളായി സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് യേശു കർത്താവ് ലൂക്കാ സുവിശേഷം 10 അധ്യായം 19 വാക്യത്തിൽ പറയുന്നത്, ലൂക്ക 10:19 പറയുന്നത്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ, അതിനെ ചവിട്ടി മെതിച്ച് നശിപ്പിക്കുവാൻ ഞാൻ ഹല്ലേലൂയ ആർക്കധികാരം നൽകുന്നു? ഈ മനോഹരം പാസ്റ്റർക്കോ റാണി സിസ്റ്റർക്കോ അല്ല. സ്തോത്രം. നിങ്ങളുടെ ചർച്ചിലെ പാസ്റ്റർമാർക്കോ അല്ല. വ്യക്തമായി വചനം വായിച്ച് മനസ്സിലാക്കുക. സ്തോത്രം. ഹല്ലേലൂയ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച് സ്വീകരിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം നൽകി. സ്തോത്രം. അപ്പൊ യേശുവിന്റെ മക്കൾക്ക് അതിനുള്ള അധികാരമുണ്ട്. യേശുവിനെ ഏകദൈവമായി സ്വീകരിച്ചു. അപ്പുറം ഇപ്പുറം നിൽക്കുന്നവരല്ല, അവിടെയും ചവിട്ടി ഇവിടെയും ചവിട്ടി നിൽക്കുന്നവരല്ല. സത്യത്തിലും ആത്മാവിലും ആരാധിച്ച്, ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ച്, ദൈവത്തെ സ്നേഹിച്ച്, ദൈവവചന പ്രകാരം ജീവിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികൾ, അവർക്ക് സർവ്വ അധികാരങ്ങൾ നൽകിയിരിക്കുന്നു. പാമ്പുകളെ മേലും തേളുകളെ മേലും ശത്രുവിന്റെ സകല ബലത്തിലും മേലും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക്, വ്യക്തമായി നോട്ട് ദ പോയിന്റ് ആണത്, ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. പ്രിയ ദൈവവിശ്വാസികളെ, ഹല്ലേലൂയ, നന്ദിയോട് സ്തുതിക്കുന്നപ്പ, നന്ദിയോട് സ്തുതിക്കുന്നു. ഈ നിമിഷം സ്വതന്ത്രമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും, നിങ്ങൾ ഏത് ദുഃഖഭാരത്തിലാണോ ഇരിക്കുന്നത്, ഏത് വ്യസന ഭാരത്തിലാണോ ഇരിക്കുന്നത്, ഏത് രോഗഭാരത്തിലാണോ ഇരിക്കുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എന്തൊക്കെയാണോ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എന്തൊക്കെയാണോ? ഹല്ലേലൂയ. നിങ്ങൾക്ക് ചവിട്ടി മെതിക്കാനുള്ള അധികാരം ദൈവം നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ചവിട്ടി മെതിക്കാനുള്ള അധികാരം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആ അധികാരത്തിൽ നിന്നുകൊണ്ട് കർത്താവ് യേശുവേ, അങ്ങ് എനിക്ക് നൽകിയ അധികാരത്തിന്റെ മേൽ നിന്നുകൊണ്ട് എന്റെ കുടുംബത്തോട് പോരാടുന്ന ഓരോ വ്യക്തികളും പ്രാർത്ഥിച്ചോ. എന്റെ കുടുംബത്തോട് പോരാടുന്ന, എന്റെ മക്കളോട് പോരാടുന്ന, എന്റെ ജീവിത പങ്കാളിയോട് പോരാടുന്ന, എന്റെ ശരീരത്തോട് പോരാടുന്ന, എന്റെ സാമ്പത്തികമായ വിഷയത്തോട് പോരാടുന്ന, എന്റെ സമാധാനമില്ലാത്ത അവസ്ഥയോട് പോരാടുന്ന എല്ലാ ദുഷ്ട അന്ധകാര ശക്തികളെയും, എല്ലാ പിശാചിന്റെ ശക്തികളെയും നസ്രായനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, എനിക്ക് അധികാരം നൽകിയിരിക്കാമല്ലോ. ആ അധികാരത്തിന്റെ മേൽ ഞാൻ ചവിട്ടി മെതിക്കുന്നു. സ്തോത്രം. ഞാൻ ചവിട്ടി മെതിക്കുന്നു.
മറ്റുള്ളവരല്ല, ഈ ദൈവവചനം കേട്ടോണ്ടിരിക്കുന്ന ഞാൻ ചവിട്ടി മതിക്കുന്നു. ഹല്ലേലൂയ. വിടുതലുകൾ പ്രാപിക്കട്ടെ, വിടുതലുകൾ പ്രാപിക്കട്ടെ കർത്താവേ. സ്തോത്രം. മക്കൾ മാനസാന്തരപ്പെടട്ടെ. മക്കൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർത്താവേ നന്ദിയോട് സ്തുതിക്കുന്നവ. മക്കൾ കർത്താവേ ഇപ്പൊ അടിമത്തത്തിലാണല്ലോ, പിശാചിന്റെ അടിമത്തത്തിലാണല്ലോ, പിശാചിന്റെ ബന്ധനത്തിലാണല്ലോ, പിശാചിന്റെ കെട്ടുകളിലാണല്ലോ, മാനസിക രോഗത്തിലാണല്ലോ കർത്താവേ, പല പല വഴിവിട്ട ജീവിതങ്ങളിലാണല്ലോ. ഇപ്പോൾ കർത്താവേ അതിന്റെ മേലെല്ലാം ഞങ്ങൾ ചവിട്ടി മെതിച്ച് ആ മക്കളെ കർത്താവേ പിശാചിന്റെ സാത്താന്റെ എല്ലാ ബന്ധനത്തിൽ നിന്നും ഞാനിതാ സ്വതന്ത്രയാക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാനിതാ സ്വതന്ത്രമാക്കുന്നു. എന്റെ ജീവിത പങ്കാളി ഞാനിതാ സ്വതന്ത്രമാക്കുന്നു. ഹല്ലേലൂയ. എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നത്തിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ ഞാൻ അധികാരമെടുത്ത് ചവിട്ടി മെതിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ വിശ്വാസികളെ, എല്ലാവരും കരങ്ങളടിച്ച് നിങ്ങൾ സ്വതന്ത്രരായിക്കൊള്ളുക, സ്വതന്ത്രരായിക്കൊള്ളുക. ഹല്ലേലൂയ. യേശു സ്വതന്ത്രമാക്കിയാൽ നിങ്ങൾ സ്വതന്ത്രർ. ഹല്ലേലൂയ. പല പല ഭയത്തിന്റെ ആത്മാക്കളെ, പലരും ഇന്ന് പല പല ഭയത്തിന്റെ ആത്മാക്കളെ ഈ ദൈവം അതിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ. ദുരാത്മാവിന്റെ ശക്തികൾ, സർപ്പ സന്തതികൾ, ഹല്ലേലൂയ, പിശാചിന്റെ ശക്തികൾ നിങ്ങൾക്ക് ഭയം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭയത്തിന്റെ എല്ലാ ദുരാത്മാവിന്റെ ശക്തികളെയും ദൈവം ഇന്ന് നിങ്ങളിൽ നിന്ന് ചവിട്ടി മെതിക്കുവാൻ അധികാരം നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അതാണ് ഇന്നാളിൽ എന്ന് പറയുന്നത്. ഇന്നാളിൽ, ഇന്ന് ഇപ്പോൾ ദൈവവചനം കേട്ടോണ്ടിരിക്കുമ്പോൾ, ഇന്നാളിൽ, അന്നാളിൽ എന്ന് പറഞ്ഞാൽ ഇന്നാളിൽ എങ്ങനെ ചവിട്ടി മതിക്കുന്നു, എങ്ങനെ ചവിട്ടി മതിക്കുന്നു. ഹല്ലേലൂയ. ഇന്നാളിൽ, അന്നാളിൽ എന്നുള്ളത് ഇന്നാളിലായിക്കൂടാ. ഇന്നാളിൽ ഈ ദൈവവചനം കേട്ടോണ്ടിരിക്കുമ്പോൾ, ഈ സമയം, ഇപ്പോൾ യഹോവ, ശ്രദ്ധയോടെ കേൾക്കണമേ, ദൂതേറ്റെടുക്കണമേ. ഇന്നാളിൽ, ഈ സമയം യഹോവ കടുപ്പവും വലിപ്പവും ബലവുമുള്ള തന്റെ വാൾ കൊണ്ട്, സ്തോത്രം, ദൈവത്തിന്റെ വാൾ കൊണ്ട്, വചനമാകുന്ന ഇരുതല വാൾ കൊണ്ട്, വചനമാകുന്ന ദൈവമാകുന്ന ഇരുതല വാൾ കൊണ്ട്, സ്തോത്രം. എങ്ങനത്തെ വാളാ? കടുപ്പവും വലിപ്പവും ബലവുമുള്ള തന്റെ വാൾ കൊണ്ട് നിന്റെ കുടുംബത്തോട് പോരാടുന്ന, നിന്റെ മക്കളോട് പോരാടുന്ന, നിന്റെ ഉദ്യോഗ മേഖലയോട് പോരാടുന്ന, രോഗങ്ങളായി നിന്റെ ശരീരത്തോട് പോരാടുന്ന, നിനക്ക് സമാധാനം തരാത്ത പിശാചിന്റെ ശക്തികളോട്, ഹല്ലേലൂയ, നിന്നോട് പോരാടുന്ന, നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന് ഒരു അനുഗ്രഹം കിട്ടാതെ പോരാടിക്കൊണ്ടിരിക്കുന്ന, സ്തോത്രം, ഏറ്റെടുത്തോ. ഹല്ലേലൂയ. കരങ്ങളടിച്ച് ഏറ്റെടുത്തോ. ഹല്ലേലൂയ. ആ ദൈവമാകുന്ന വചനമാകുന്ന വാൾ കൊണ്ട് നിനക്കെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, നിന്നെ കഷ്ടതയിലേക്ക്, നഷ്ടത്തിലേക്ക് നിന്നെ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന, നിന്നെ തകർത്തുകൊണ്ടിരിക്കുന്ന ആ വിദ്രുത സർപ്പത്തെയും ലിവ്യാധാനെയും, വിദ്യാസർപ്പമായ ലിവ്യാധാനെയും, വക്രസർപ്പമായ നിന്നെ വലയിൽ കൊടുക്കുന്ന, നിന്നെ കെണിയിൽ കൊടുക്കുന്ന ആ വക്രസർപ്പമായ ലിവ്യാധാനെയും ദൈവം ഇന്ന് സന്ദർശിക്കും. സ്തോത്രം. നിന്റെ കുടുംബങ്ങളെ, ഹല്ലേലൂയ, തകർക്കാനായിട്ട് നിൽക്കുന്ന, നിന്റെ കുടുംബത്തെ നശിപ്പിക്കാനായിട്ട് നിൽക്കുന്ന, നിന്റെ മക്കളെ നശിപ്പിക്കാനായിട്ട് നിൽക്കുന്ന, നിന്റെ ജീവിത പങ്കാളി നശിപ്പിക്കാനായിട്ട് നിൽക്കുന്ന, നിന്റെ ഉദ്യോഗ മേഖല നശിപ്പിക്കാനായിട്ട് നിൽക്കുന്ന ആ സമുദ്രത്തില് മഹാസർപ്പം പോലെ ഉള്ള പിശാചിന്റെ ശക്തികളെ ഇന്ന് രാത്രി കർത്താവ് യേശു ക്രിസ്തു ഇരുതല വാള് കൊണ്ട് മുറിച്ചു കൊന്നുകളയുന്ന സമയമാണ്. ഏറ്റെടുത്ത പ്രിയ വിശ്വാസികളെ, ഹല്ലേലൂയ. യേശു ഇന്ന് നിങ്ങളെ സ്വതന്ത്രമാക്കുകയാണ്. ഈ രാത്രി നിങ്ങളെ സ്വതന്ത്രമാക്കുകയാണ്. എല്ലാ കെട്ടിൽ നിന്നും, എല്ലാ നുഖത്തിൽ നിന്നും നിന്നെ സ്വതന്ത്രമാക്കിക്കൊണ്ടിരിക്കുന്ന ദിവസമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ സ്തോത്രം. അതിനുള്ള അധികാരം നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുകയാണ്. കുടുംബത്തിലെ മക്കളുടെ വിഷയമാണോ, സാമ്പത്തിക വിഷയങ്ങളാണോ, എന്താണോ നിങ്ങൾ അനുഭവപ്പെടുന്ന വിഷയങ്ങൾ, അതിൽ നിന്നെല്ലാം ദൈവം നിങ്ങൾക്കൊരു വിടുതൽ തരുന്ന ഒരു ദിവസമാണ്. സ്തോത്രം. ഏത് സർപ്പമാണോ നിന്നെ പൊതിഞ്ഞിരിക്കുന്നത്, ഏത് വക്രസർപ്പമാണോ നിന്നെ പൊതിഞ്ഞിരിക്കുന്നത്, ഏത് വിദ്രുത സർപ്പമാണോ നിന്നെ പൊതിഞ്ഞിരിക്കുന്നത്, ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അത് ഇരുതല വാൾ ഉപയോഗിച്ചുകൊണ്ട് മുറിച്ച് നീക്കി കളയുന്ന സമയമാണ്. ഹല്ലേലൂയ. തേനീച്ച പോലെ ഈ സർപ്പത്തിന്റെ സന്തതികൾ നിന്നെ ചുറ്റിയിരിക്കുകയാണോ, സർപ്പ സന്തതികൾ ചുറ്റിയിരിക്കുകയാണോ, നമ്മളിതാ ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ അതിനെ ഛേദിച്ച് കളയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. എസെക്കിയേൽ പ്രവാചകൻ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പാ, നന്ദിയോട് സ്തുതിക്കുന്നപ്പാ. നിനക്കെതിരെ നിൽക്കുന്ന പല പല മലകളും, ഹല്ലേലൂയ,
പല പല തടസ്സങ്ങളും പല പല ചെങ്കടലുകളും നിനക്കെതിരെ നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും ദൈവം ഇന്ന് തുടച്ചു നീക്കുന്ന ദിവസമാണ്. ശെരുബ്ബാബേലേ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, ശെരുബ്ബാബേലേ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, ഞാൻ ഇന്ന് അത് ഇടിച്ച് സമഭൂമിയാക്കും. പ്രിയ വിശ്വാസികളെ, നിങ്ങളുടെ മുമ്പിൽ പല പല തടസ്സങ്ങൾ നിൽക്കുന്നു. പല പല തടസ്സങ്ങൾ, വക്രസർപ്പങ്ങളും വിദ്രസർപ്പങ്ങളും മഹാസർപ്പങ്ങളും സർപ്പശക്തിയുടെ പല പല തടസ്സങ്ങളും ഒരു മല പോലെ, ഒരു കുന്നുപോലെ നിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അത് ഇന്ന് ദൈവം ഇടിച്ച് നിരപ്പാക്കുന്ന രാത്രിയാണ്. വിശ്വാസത്തോടെ ഏറ്റെടുത്തോ, വിശ്വാസത്തോടെ ഏറ്റെടുത്തോ, വിശ്വാസത്തോടെ ഏറ്റെടുത്തോ. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പ, നന്ദിയോട് സ്തുതിക്കുന്നപ്പ. ശെരുബ്ബാബേലേ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ ആർ? സ്തോത്രം. ഹല്ലേലൂയ. ശെരുബ്ബാബേലേ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതം പിശാചിന്റെ ശക്തിയാണോ, സർപ്പസന്തതിയാണോ? ഞാൻ അതിനെ ഇന്ന് ഛേദിച്ച് കളയും, ഇടിച്ച് നിരപ്പാക്കും. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഏറ്റെടുത്തോ, വിശ്വാസത്തോടെ ഏറ്റെടുത്തോ. നിന്റെ മുമ്പിൽ നിൽക്കുന്ന പല പല മലകളും, നിന്റെ മുമ്പിൽ നിൽക്കുന്ന പല പല കുന്നുകളും, നിന്റെ മുമ്പിൽ നിൽക്കുന്ന പല പല തടസ്സങ്ങളും ദൈവം ഇന്ന് ഇടിച്ച് നിരപ്പാക്കിയാണ്. നിന്റെ മുമ്പിൽ നിൽക്കുന്ന യോർദാൻ നദികളെ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു മഹാനദിയെ ദൈവം രണ്ടായിട്ട് ഭാഗിച്ചു നിർത്തിക്കൊണ്ട് അതിൽ നിനക്കൊരു വഴി ഒരുക്കിക്കൊണ്ട് നിന്നെ മുന്നിലോട്ട് നീക്കുകയാണ്, നിന്നെ മുന്നിലോട്ട് നടത്തിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പ. വലംകരം നിനക്കൊണ്ട്. നീ പേടിച്ചു പോകണ്ട, നീ ഭ്രമിച്ചു പോകേണ്ട. ദൈവത്തിന്റെ വലംകരം നിന്നെ താങ്ങും. വിശ്വാസത്തോടെ ഏറ്റെടുത്തോ, വിശ്വാസത്തോടെ ഏറ്റെടുത്തോ. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പ, നന്ദിയോട് സ്തുതിക്കുന്നു. 2-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ മനോഹരമായ മുന്തിരിത്തോട്ടത്തെ പറ്റി പാട്ട് പാടും. സ്തോത്രം, സ്തോത്രപ്പ. യേശയ്യാ 27:2 പറയുന്നു. നമ്മൾ 1-4 വരെ വായിച്ചല്ലോ. ഒന്നിനെ കുറിച്ച് വായിക്കാനും കഴിഞ്ഞ് 2-ാമത്തിൽ പറയുന്നു, അന്ന് ഇന്ന് നിങ്ങൾ മനോഹരമായ ഒരു മുന്തിരിത്തോട്ടത്തെ പറ്റി പാട്ടുപാടുവിൻ. പ്രിയ വിശ്വാസികളെ, നിങ്ങളുടെ കുടുംബത്തിലെ വിടുതലുകൾ ഇന്ന് സംഭവിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയുള്ള വിടുതൽ നിങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. സ്തോത്രം, സ്തോത്രപ്പ, സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ സാമ്പത്തിക വിഷയത്തിന്മേൽ ഒരു വിടുതൽ സംഭവിച്ചിരിക്കാൻ. ഹല്ലേലൂയ. ദൈവം ഒരു മുന്തിരിത്തോട്ടം, ദൈവം ഒരു മുന്തിരിത്തോട്ടം നിങ്ങളുടെ ഭവനത്തിൽ ഇന്ന് നട്ട് അത് പൊടിച്ച് അത് പുഷ്പിച്ച് അത് കായ്ഫലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ അഹ്റോന്റെ വടി ഒരു രാത്രി കൊണ്ട് പൊടിച്ചു, തിളിർത്തു, പുഷ്പിച്ചു, കായ്ഫലം സൃഷ്ടിച്ചതുപോലെ ഈ സമയം നിങ്ങളുടെ വീട്ടിൽ ഒരു മുന്തിരിവള്ളി പൊടിച്ചു, തിളിർത്തു, ഹല്ലേലൂയ, പുഷ്പിച്ചു, അത് കായ്ഫലം കായ്ഫലം നിറഞ്ഞുകൊണ്ടിരിക്കുന്ന രാത്രിയാണ്. അതുകൊണ്ട് ഹല്ലേലൂയ, ഈ വചനത്തിൽ കൂടി പറയുകയാണ്, നിങ്ങൾ മനോഹരമായ മുന്തിരിത്തോട്ടത്തെ പറ്റി പാടുവിൻ, ഒരു പാട്ട് പാടുവിൻ. അതാണല്ലോ നമ്മളെല്ലാം പാടുന്നത്. ഈ തോട്ടത്തിൽ ഈ പരിശുദ്ധനുണ്ട്. ഹല്ലേലൂയ. അതെ, ഇന്ന് രാത്രി നമ്മൾ ആയിരിക്കുന്ന തോട്ടത്തിൽ പരിശുദ്ധനുണ്ട്, പരിശുദ്ധനായ ദൈവമുണ്ട്. വിശ്വാസത്തോടെ ഏറ്റെടുത്തുകൊള്ളുക. നമ്മൾ ഇന്ന് ആയിരിക്കുന്ന ഭവനമാകുന്ന തോട്ടത്തിൽ, മുന്തിരി തോട്ടത്തിൽ നിന്റെ മുമ്പിൽ ദൈവമുണ്ട്, നിന്റെ മുമ്പിൽ ദൈവ സാന്നിധ്യമുണ്ട്. നിന്റെ ഭവനത്തിൽ ഈ രാത്രിയിൽ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വാസത്തോടെ ഏറ്റെടുത്തോ, വിശ്വാസത്തോടെ ഏറ്റെടുത്തോ. കർത്താവേ, നന്ദിയോട് സ്തുതിക്കുന്നപ്പ, നന്ദിയോട് സ്തുതിക്കുന്നു. ഇന്നാണ് നിന്റെ സുപ്രധാനമായ ദിവസം. ഈ രാത്രിയാണ് നിന്റെ സുപ്രധാനമായ ദിവസം. ഈ വചനം കേട്ടോണ്ടിരിക്കുന്ന ഓരോ മക്കളുടെ മേലും, ഓരോ കുടുംബത്തിന്റെ മേലും ആ പരിശുദ്ധനായ യേശു കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ട് എന്ന് വിശ്വാസമുള്ളവർ മാത്രം. അതെ, എന്റെ ഭവനത്തിൽ, എന്റെ ശരീരത്തിൽ, എന്റെ മക്കളുടെ മേൽ, ഞാനിപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന ഈ കൂട്ടായ്മ മേൽ യേശു കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ട് എന്ന് വിശ്വാസമുള്ളവർ മാത്രം ഇരു കരങ്ങളും തട്ടി ദൈവത്തിനൊന്ന് മഹത്വം കൊടുക്കാമോ? നിന്റെ വീട്ടിൽ ഇറങ്ങി വന്നതിനായി, നിന്റെ മക്കളുടെ മേൽ ഇറങ്ങി വന്നതിനായി, നിന്റെ ഭവനത്തിൽ വന്നതിനായി, നിന്റെ ശരീരത്തിൽ ഇറങ്ങി വന്നതിനായി ആ ദൈവത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇരു കരങ്ങളും തട്ടി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, നന്ദിയോട് സ്തുതിക്കുന്നപ്പ, നന്ദിയോട് സ്തുതിക്കുന്നു. ദൈവം, കർത്താവായ ദൈവം നിന്റെ കുടുംബത്തിൽ ഇറങ്ങി വന്നാൽ, സ്തോത്രം, കർത്താവായ ദൈവം നിന്റെ കുടുംബത്തിൽ ഇറങ്ങി വന്നാൽ പറയുകയാണ്, ഇനി നിന്റെ കാൽ വഴുതാൻ ദൈവം സമ്മതിക്കത്തില്ല. 121-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു, ഹല്ലേലൂയ, നിന്റെ കാൽ വഴുതാൻ ദൈവം സമ്മതിക്കത്തില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുന്നില്ല,
ഇസ്രായേലിന്റെ പരിപാലകൻ 4-ാം വാക്യത്തിൽ പറയുന്നു, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. 5-ാം വാക്യത്തിൽ പറയുന്നു, യഹോവ നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. 3-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ കാൽ വഴുതുവാൻ നിന്നെ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. കാരണം നീ വസിക്കുന്ന കുടുംബത്തിൽ, നീ ഇരിക്കുന്നിടത്ത് ആ പരിശുദ്ധനായ ദൈവം അവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ആ തോട്ടത്തിൽ ദൈവമുണ്ട്. ആ ദൈവം പറയുകയാണ്, ഇനി നിന്റെ കാൽ വഴുതുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഈ കഴിഞ്ഞ ദിവസം വരെയും നിന്റെ കാൽ വഴുതുമായിരുന്നു. ദാറ്റ് മീൻസ്, കാൽ വഴുതുക എന്ന് പറയുമ്പോൾ കാൽ ശില്പി ചെയ്ത് പോവുക എന്നുള്ളതല്ല. പല പല ദുഃഖഭാരത്താൽ, പല പല പ്രയാസത്താൽ, പല തകർന്ന അവസ്ഥയിൽ നിനക്ക് സ്വയം പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. നീ തകർന്നു പോകുന്ന അവസ്ഥയിലാകുമോ? എന്റെ ജീവിതം തന്നെ നശിച്ചു പോകുന്ന അവസ്ഥയിലാകുമോ? എന്റെ മക്കളുടെ ജീവിതം തന്നെ നശിച്ചു പോകുന്ന അവസ്ഥയിലാകുമോ? എന്റെ ജീവിത പങ്കാളിയുടെ ജീവിതം തന്നെ നശിച്ചു പോകുന്ന അവസ്ഥയിലാകുമോ? അങ്ങനെയുള്ള പല ചിന്തകളാൽ നീ ഭ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ വഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിയോട് പറയുകയാണ്, ആ വ്യക്തിയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഇനി നീ ഭ്രമിക്കുകയില്ല, ഇനി നിന്റെ കാൽ വഴുതി പോകത്തില്ല. ദൈവം പാറമേൽ, കർത്താവാകുന്ന യേശുവാകുന്ന ആ പാറമേൽ നിന്റെ കാലുകളെ ദൈവം ഈ രാത്രി ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നിന്റെ കാൽ വഴുതുവാനുള്ളതല്ല, നീ തകർന്നു പോകാനുള്ള വ്യക്തിയല്ല, നീ നഷ്ടപ്പെട്ടു പോകാനുള്ള വ്യക്തിയല്ല. നീ ജീവിച്ചിരിക്കണം, ദീർഘായുസോടെ ജീവിച്ചിരിക്കണം, സന്തോഷത്തോടെ ജീവിച്ചിരിക്കണം. കാരണം നീ എന്നെ ആരാധിക്കേണ്ട മകനാണ്, നീ എന്നെ സ്തുതിക്കേണ്ട മകനാണ്, നീ എന്നെ ആരാധിക്കേണ്ട മകളാണ്, നീ എന്നെ സ്തുതിക്കേണ്ട മകളാണ്. അതുകൊണ്ട് നീ ദീർഘകാലം ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ട വ്യക്തിയാണ്. അതിനാൽ നിന്റെ കാൽ വഴുതുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതിനായി ദൈവം എന്ത് ചെയ്യുന്നു? നിന്നെ കാക്കുന്നവൻ മയങ്ങുന്നില്ല. സ്തോത്രം. നമ്മെ കാക്കുന്ന മാതാപിതാക്കൾ, നമ്മെ കാക്കുന്ന സഹോദരങ്ങൾ, നമ്മെ കാക്കുന്ന ജീവിത പങ്കാളി സുഖമായി കിടന്നുറങ്ങുമ്പോൾ, നമ്മുടെ ബന്ധുക്കളെല്ലാം സുഖമായി കടന്നുറങ്ങുമ്പോൾ, നമുക്ക് എല്ലാ വാഗ്ദത്തങ്ങളും നല്ല ഉറപ്പുകളും നൽകി നമ്മളെ അനുനിമിഷം നയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളും സുഖമായി കിടന്നുറങ്ങുമ്പോൾ, നമ്മെ കാക്കുന്ന ദൈവം പറയുകയാണ്, വാഗ്ദത്തം പറയുകയാണ്, നിന്നെ കാക്കുന്നവൻ, നിന്നെ സംരക്ഷിക്കുന്നവൻ, നിന്നെ പരിപാലിക്കുന്നവൻ മയങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. സ്തോത്രം. ആ പരിപാലകനായ കർത്താവ് യേശു ക്രിസ്തു ഇസ്രായേൽ മക്കളെ കാത്തു പരിപാലിക്കുന്നതിന് വേണ്ടി ഇന്നു മുതൽ, അന്നാളിൽ നിന്ന് മാറി ഇന്നു മുതൽ നിന്നെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങാതെ, ഉറങ്ങാതെ, ഹല്ലേലൂയ, പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിപാലനം മാത്രമല്ല, ഉറങ്ങാതെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന മാത്രമല്ല, 5-ാം വാക്യത്തിൽ പറയുന്നു, യഹോവ നിന്റെ പരിപാലകൻ. ഹല്ലേലൂയ. പരിപാലകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് പോലെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവം. പരിപാലിക്കുന്നതിന് പുറമെ യഹോവ നിന്റെ വലത് ഭാഗത്ത് നിനക്കൊരു തണൽ. നന്ദിയോട് സ്തുതിക്കുന്നു. യഹോവ നിന്റെ വലത് ഭാഗത്തൊരു തണൽ. ഹല്ലേലൂയ. ഒരു വലിയ വൃക്ഷം പോലെ നിന്റെ ഭവനത്തിന്റെ സൈഡിൽ വലതുവശത്ത്, നിന്റെ ഭവനത്തിന്റെ വലതുവശത്ത്, നിന്റെ ശരീരത്തിന്റെ വലതുവശത്ത്, നിന്റെ മക്കളുടെ വലതുവശത്ത്, നിന്റെ ജീവിത പങ്കാളിയുടെ വലതുവശത്ത് ഒരു വലിയ വൃക്ഷം പോലെ നിൽക്കുകയാണ് യേശു കർത്താവ്. നിനക്കൊരു കോട്ടവും തട്ടാതിരിക്കുന്നതിന് വേണ്ടി, നിനക്ക് ഒരു വെയിലും അടിക്കാതിരിക്കുന്നതിന് വേണ്ടി, നിനക്കൊരു മഴയും അടിക്കാതിരിക്കുന്നതിന് വേണ്ടി, കൊടുങ്കാറ്റുകൾ വന്നാലും ഈ വൃക്ഷത്തിൽ അടിക്കുന്നതല്ലാതെ നിന്റെ ഭവനത്തിൽ, നിന്റെ മക്കളുടെ മേൽ, നിങ്ങളുടെ ഗൃഹനാഥന്റെ മേൽ, നിങ്ങളുടെ ഒരു സമ്പത്തിന്റെ മേൽ ഒന്നും ആഞ്ഞടിച്ച് അത് തള്ളിയിടാതിരിക്കുന്നതിന് വേണ്ടി ആ യേശു ആവുന്ന കർത്താവ് ഒരു പടുവൃക്ഷം പോലെ, ഒരു തണൽ പോലെ നിങ്ങൾക്ക് നിൽക്കുകയാണ്. ഹല്ലേലൂയ. അതാണ് 6-ാം വാക്യത്തിൽ പറയുന്നത്, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. എന്തു തന്നെ കഷ്ടതകൾ ചുറ്റുവട്ടത്ത് വന്നാലും, എന്തു തന്നെ ദുരിതങ്ങൾ നിന്റെ സമൂഹത്ത് വന്നാലും നിനക്ക് ഒരു ബാധയും ബാധിക്കത്തില്ല. നിന്റെ ഒരു വശത്ത് 1000 പേരും, നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എന്നാൽ നിനക്ക് ഒരു തകർച്ചയും സംഭവിക്കത്തില്ല. നിന്റെ തലമുടിക്ക് പോലും ഒരു കോട്ടവും സംഭവിക്കത്തില്ല. നിന്നെ കാത്തുപരിപാലിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. കാരണം അടിമത്വത്തിൽ കടന്ന് നിന്നെ വിളിച്ചു കൊണ്ടുവന്ന ദൈവമാണ്. ഇന്നാണ് നിന്നെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. സ്തോത്രം. അതാണ് ഇന്ന് നിങ്ങൾ
ഒക്കെ ഒരു സുപ്രധാന ദിവസമാണ്. ഇന്ന് മുന്തിരിത്തോട്ടമാകുന്ന ഈ പരിശുദ്ധനുണ്ട്. ഇന്ന് നിങ്ങളെ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. പിശാചിന്റെ സാത്താന്റെ പല പല രോഗത്തിന്റെ ബന്ധനത്തിൽ കടന്ന നിങ്ങളെ ഇന്ന് ദൈവം ആ അടിമത്വത്തിൽ നിന്നും നിങ്ങളെ വിടുവിച്ച ദിവസമാണ്. വിശ്വാസത്തോടെ ഏറ്റെടുത്തോ, വിശ്വാസത്തോടെ കാര്യങ്ങൾ ഏറ്റെടുത്തോ. ഹാലൽ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് വിശ്വാസത്തോടെ ഏറ്റെടുത്തോ. ഹാലലുയ ശരഹ ബരൂഡാൻ ഹാലലുയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ നന്ദിയോട് സ്തുതിക്കുന്നു, നന്ദിയോട് സ്തുതിക്കുന്നു, നന്ദിയോട് സ്തുതിക്കുന്നു. സുന്ദഹ ബരൂഡാൻ ഹാലലുയ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ സ്തോത്രപ്പാ, സ്തോത്രം 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 കർത്താ. ഹാലലൂയ ഹാലലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പോ എല്ലാവരും ഇരിക്കുന്ന അവസ്ഥകളിൽ ഒന്ന് ശക്തിയോടെ കരങ്ങളിച്ചോട്ടെ, ശക്തിയോടെ കരങ്ങളിച്ചോട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായ ദൂത് കൈമാറാൻ പോവുകയാണ്. എല്ലാവരും ശക്തിയോടെ കരങ്ങളിച്ചോണേ, എല്ലാവരും ശക്തിയോടെ കരങ്ങളിച്ചോണേ. ഹാലലൂയ. കർത്താവ് യേശു ക്രിസ്തു ഒരു ദൂത് കൈമാറാൻ പോവുകയാണ്. ഹാലലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പ, നന്ദിയോട് സ്തുതിക്കുന്നു. വലത് കാൽമുട്ട്, വലത് കാൽമുട്ട്. സ്തോത്രം 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 സ്തോത്രം. ആ വലത് കാൽമുട്ടിലെ ഈ ചിരട്ട മാറ്റി വെക്കാനായിട്ട് ഹാലലൂയ നന്ദിയോട് സ്തുതിക്കുന്നപ്പ ഡോക്ടർ തീരുമാനിച്ചിരിക്കുന്നു. മാറ്റിവെച്ചേ പറ്റത്തുള്ളൂ എന്നും ഡോക്ടർ സ്തോത്രം സ്തോത്രപ്പ ഹാലലൂയ തീരുമാനിച്ചിരിക്കുന്നു, വിധി എഴുതിയിരിക്കുന്നു. ഹാലലൂയ സ്തോത്രപ്പ സ്തോത്രം. എന്നാൽ പ്രിയ ദൈവവിശ്വാസി, ഇത് കേൾക്കുന്ന ഈ ദൈവജനം കേൾക്കുന്ന പ്രിയ ദൈവവിശ്വാസി, നിന്നോട് പറയുകയാണ്, ദൈവം നിന്റെ കാൽമുട്ടിൽ ഒരു പുതിയ ചിരട്ട ഇന്ന് രാത്രി ഫിറ്റ് ചെയ്യുകയാണ്. ഏറ്റെടുത്തോ, വിശ്വാസത്തോടെ ഏറ്റെടുത്തോ, വിശ്വാസത്തോടെ ഏറ്റെടുത്തോ. ഹാലലൂയ. ഈ രാത്രി സമയങ്ങളിൽ ഈ വചനപ്രകാരം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ ദൂതുകളും, എല്ലാ ദൂതുകളും ഹാലലൂയ, എല്ലാ പ്രവചന ദൂതുകളും, വിടുതലിന്റെ ഓരോ ദൂതുകളും അവരവർ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹാലലൂയ. ഒന്നും തെറ്റ് വന്നിട്ടില്ല, ഒന്നും ദൈവാത്മാവ് കള്ളം പറഞ്ഞു തന്നിട്ടില്ല. എല്ലാം ശരിയായിട്ട് വന്നിരിക്കുകയാണ്. അവരവർ സാക്ഷ്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയ ദൈവവിശ്വാസി, നിന്റെ കാൽമുട്ടിലെ ചിരട്ട ദൈവം ഈ രാത്രി മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. കാരണം നിനക്ക് യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം, നിന്റെ കാലിൽ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ കാത്തു പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ നിന്റെ സ്തോത്രപ്പാ സ്തോത്ര. ഹാലലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പോ കറക്റ്റായിട്ട് ആ വചനം തന്നെ ബാധിച്ചിരിക്കുന്നു, കറക്റ്റായിട്ട് ആ വചനം തന്നെ കോട്ട് ചെയ്തിരിക്കുന്നു. സ്തോത്രപ്പ ലിങ്കായിരിക്കുന്നു. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. സ്തോത്രം. തൊട്ടടുത്ത ലൈൻ ആണതുപോലും എനിക്ക് അറിയില്ലായിരുന്നു. എന്നാൽ അത് വായിച്ചു നോക്കിയപ്പോഴാണ് അറിയാൻ സാധിക്കുന്നത്. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. സ്തോത്രം. 7-ാം വാക്യം, സങ്കീർത്തനം 121 7-ാം വാക്യം. ഹാലലൂയ. പ്രിയ ദൈവവിശ്വാസി, നീ പൂർണ്ണമായിട്ട് വിശ്വാസത്തോടെ ഏറ്റെടുത്തോ. നിനക്ക് ഒരു കോട്ടം തട്ടാതെ വണ്ണം, നിന്റെ കാൽമുട്ടിനെ ഒരു കോട്ടം തട്ടാതെ വണ്ണം കർത്താവ് യേശു ക്രിസ്തു നിനക്കൊരു വിടുതൽ നൽകിയിരിക്കുകയാണ്. സ്തോത്രം. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യേശുവെ നന്ദിയോട് സ്തുതിക്കുന്നപ്പോ നന്ദിയോട് സ്തുതിക്കുന്നു. ഹാലലൂയ. യേശുവിന്റെ രക്തം ചെയ്യും ഇൻ ദ നെയിം ഓഫ് ജീസസ്. സങ്കീർത്തനം 138-ാം അധ്യായം, സങ്കീർത്തനം 138-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു. ഹാലലൂയ. നന്ദിയോട് സ്തുതിക്കുന്നു. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും, അവിടെ സങ്കീർത്തനക്കാരൻ പറയാണ്, 138-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയാണ്, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കുക. എനിക്കറിയാം, സങ്കീർത്തനക്കാരൻ പറയാണ്, ഞാൻ നാശത്തിന്റെ ഏത് വഴിയിൽ കൂടി പോയാലും ശരി തന്നെയാണ്, ഞാൻ മരണത്തിന്റെ ഏത് പാതയിൽ കൂടി പോയാലും ശരി തന്നെയാണ്, ഏത് കൂരിൽ താഴ്വയിൽ കൂടി പോയാലും ശരി തന്നെയാണ്. എനിക്ക് വ്യക്തമായി ഉറപ്പുണ്ട്. സങ്കീർത്തനക്കാരൻ പറയാണ്, ഞാൻ ഏത് കഷ്ടതയിൽ കൂടി നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. ഹാലലൂയ. നീ എന്നെ ജീവിപ്പിക്കും. ഹാലലൂയ. നമ്മുടെ സഹായം യഹോവയിൽ നിന്ന് വരുന്നു. നമ്മുടെ സഹായം യഹോവയിൽ നിന്ന് വരുന്നു. സങ്കീർത്തനക്കാരൻ പറയാണ്, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ഉടൻ തന്നെ സങ്കീർത്തനക്കാരൻ പറയാണ്, എനിക്ക് സഹായം യഹോവയിൽ നിന്ന് വരുന്നു. വരും എന്നല്ല പറയുന്നത്, എനിക്ക് സഹായം യഹോവയിൽ നിന്ന് വരുന്നു. ഹാലലൂയ. അവൻ സഹായം ഒരു നൂൽ കെട്ടി ഇറക്കുന്നത് പോലെ, ഒരു വിടുതൽ സൗഖ്യം നൂൽ കെട്ടി ഇറക്കുന്നത് പോലെ അവൻ കാണുന്നു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, എനിക്ക് സഹായം യഹോവയിൽ നിന്നും വരുന്നു. അവൻ കണ്ടത് കൊണ്ടാണ് പറയുന്നത്, ദാ വരുന്നു എനിക്കുള്ള സഹായം. സ്തോത്രം. ഹല്ലേലൂയ. ഇതുപോലെ തന്നെയാണ് വിശ്വാസികളെ പറയുന്നത്, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. സ്തോത്രം. എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈ നീട്ടും. ഹാലലൂയ. കാരണം നിന്റെ ബലം കൈ എന്നെ രക്ഷിക്കും. ഹാലലൂയ. എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ
എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും. സ്തോത്രപ്പാ സ്തോത്രം. പ്രിയ വിശ്വാസികളെ, പല പല വ്യക്തികളും കാണുമായിരിക്കാം നിന്നെ നശിപ്പിക്കുന്നതിന് വേണ്ടി, നിന്നെ ദ്രോഹിക്കുന്നതിന് വേണ്ടി, നിന്നെ ഉന്മൂലനം ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി പല പല ശത്രുക്കളും നിനക്കെതിരെ ഉണ്ടായിരിക്കാം. ഇവിടെ പറയാണ്, എന്റെ ശത്രുവിന്റെ നേരെ, എന്റെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും. എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ, ഹല്ലേലൂയ സ്തോത്രപ്പ, ദൈവം കൈനീട്ടും നിന്നെ നശിപ്പിക്കുന്നതിന് വേണ്ടി. വ്യക്തികളാകട്ടെ, പിശാചിന്റെ ശക്തികളാകട്ടെ, വാളും പരിചയവുമായി നിന്റെ അടുക്കലേക്ക് വരികയാണെങ്കിൽ ദൈവം പറയുകയാണ്, നിന്റെ ആ ശത്രുക്കളുടെ ആ ക്രോധത്തിന് അവരെ പോരാടാനായിട്ട് ഞാൻ പരിചയം വാളും ഞാൻ അവരെ നേരിടും, നിന്റെ ശത്രുവിനെതിരെ നേരിടും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഭയപ്പെടരുത്. ഒരു കാരണവശാലും സ്തോത്രപ്പാ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലം കരം നിന്നെ രക്ഷിക്കും. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നു, നന്ദിയോട് സ്തുതിക്കുന്നപ്പാ, നന്ദിയോട് സ്തുതിക്കുന്നു. ഓ സ്തോത്രം സ്തോത്രം. എല്ലാവരും വന്ന് ശക്തമായിട്ട് കരങ്ങൾ അടിച്ചാട്ടെ. കർത്താവ് ജീവനെ തിരിച്ചു പിടിക്കുകയാണ്. കർത്താവായ ദൈവം ജീവനെ തിരിച്ചു പിടിക്കുകയാണ്. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പാ. ഇന്നത്തെ രാത്രിയുടെ ശുശ്രൂഷയിൽ സ്തോത്രം സ്തോത്രം. ശക്തിയോടെ കരങ്ങൾ അടിച്ചോ, ശക്തിയോടെ കരങ്ങൾ അടിച്ചോ. രണ്ട് ജീവനുകളെയാണ് ഹല്ലേലൂയ കർത്താവ് തിരിച്ചു പിടിച്ചിരിക്കുന്നത്. ഈ സങ്കീർത്തനത്തിന്റെ ഈ വചനത്തിൽ കൂടി, ഈ സങ്കീർത്തന വചനത്തിൽ കൂടി സൂയിസൈഡിന്റെ രണ്ട് വ്യക്തികളെ, സൂയിസൈഡിന് തീരുമാനമെടുത്തിരിക്കുന്ന, ആത്മഹത്യക്ക് തീരുമാനമെടുത്തിരിക്കുന്ന രണ്ട് വ്യക്തികളെ കർത്താവ് വലം കരം കൊണ്ട് രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയ വിശ്വാസികളെ, നോ, അരുതാത്ത പ്രവൃത്തികൾക്ക് നിങ്ങൾ പോകണ്ട. നിങ്ങൾ കർത്താവായ യേശുവിൽ വിശ്വസിക്കുവൻ, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നിന്നെ രക്ഷിക്കുവാൻ അത്രേ നീ ഇപ്പോൾ കിടക്കുന്ന ഈ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കുവാൻ അത്രേ 2024 ആണ്ടുകൾക്ക് മുമ്പ് ആ സ്വർഗീയ വാസം, ആ സ്വർഗീയ ഭവനം വെടിഞ്ഞ്, ആ മഹിമാധനം കളഞ്ഞിട്ട് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് സ്വന്തം ശരീരം കൊടുത്ത്, ചങ്കിലെ ചോര മുഴുവൻ കൊടുത്തത് പ്രിയ വ്യക്തികളെ നിങ്ങൾക്ക് വേണ്ടിയാണ്. സ്തോത്രം. സൂയിസൈഡ് ചെയ്യാനായിട്ട് നിൽക്കുന്ന രണ്ട് വ്യക്തികൾക്കാണ്. അതുകൊണ്ട് പ്രിയ ദൈവവിശ്വാസികളെ, നിങ്ങൾ അരുതാത്ത പ്രവൃത്തികളോട്ടൊന്നും പോകരുതേ, അരുതാത്ത പ്രവൃത്തികളോട്ടൊന്നും പോകരുതേ. കർത്താവായ ദൈവം നിങ്ങളെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. കർത്താവായ ദൈവം നിങ്ങളെ വിടുവിക്കുക തന്നെ ചെയ്യും. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. അതാണ് പറഞ്ഞത്, ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ അവൻ കൈനീട്ടും. നിന്നെ നശിപ്പിക്കുവാനായിട്ട്, നിന്റെ ജീവിതത്തെ ഈ ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യാനായിട്ട് പിശാച് നിന്റെ നേരെ വരികയാണോ? ഹല്ലേലൂയ. ആ പിശാചിന് നേരെ ദൈവത്തിന്റെ വലംകരം, ദൈവത്തിന്റെ വീര്യം പ്രവർത്തിക്കുന്ന വലംകരം ആ പിശാചിന്റെ നേരെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, ആത്മഹത്യയുടെ സ്റ്റേജുകളിൽ നിന്നും ആ മക്കളെ വിടുവിച്ചതിനായി, ആ വ്യക്തികളെ വിടുവിച്ചതിനായി നന്ദിയോട് സ്തുതിക്കുന്നപ്പാ. യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം. കർത്താവേ, നന്ദിയോട് സ്തുതിക്കുന്നപ്പാ, നന്ദിയോട് സ്തുതിക്കുന്നു. ആ രണ്ട് വ്യക്തികളും മുഖം പൊത്തി കരയുകയാണ് ഈ സമയം. ആ രണ്ട് വ്യക്തികളും മുഖം പൊത്തി കരയുകയാണ്. ദൈവാത്മാവ് വ്യക്തമായി കാണിച്ചു തരുന്നു. സ്തോത്രപ്പാ സ്തോത്രം സ്തോത്രം. കർത്താവേ, ഹല്ലേലൂയ. അത് നിങ്ങളെ കാണുന്നില്ല എങ്കിലും ദൈവം നിങ്ങളെ കാണുന്നു. ആ ദൈവം എനിക്ക് കണക്ട് ചെയ്യുന്നു. സ്തോത്രം. ആ കാഴ്ചകളെ ദൈവം എനിക്ക് കണക്ട് ചെയ്യുന്നു. സ്തോത്രം. കഴിഞ്ഞ വെള്ളിയാഴ്ച സ്തോത്രപ്പാ സ്തോത്രം സ്തോത്രങ്ങൾ. ഹല്ലേലൂയ. 9-ാം തീയതി ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയിൽ കൂട്ടായ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാര്യ മാതാവ് ഉണ്ടായിരുന്നു. ആ മാതാവിനോട് പറയാണ്, ദൈവത്തിന് ദൂത് കൊടുക്കാൻ, പ്രിയ സഹോദരി, നിന്റെ വീട്ടിൽ ഒരു വ്യക്തി കരഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. സ്തോത്രം. ഒരു വ്യക്തി കരഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. അവർ തലകുലുക്കി. നോ, അങ്ങനെ ഒരു കരച്ചിലില്ല എന്ന് പറഞ്ഞ് അവർ തലകുലുക്കി. ഞാൻ പറഞ്ഞു, ഇല്ല, നിന്റെ ഭവനത്തിൽ എന്തോ എനിക്കറിയില്ല, ദൈവാത്മാവ് എനിക്ക് വെളിപ്പെടുത്തുന്നു, നിന്റെ ഭവനത്തിൽ ഒരു വ്യക്തി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർ വീണ്ടും തലകുലുക്കി. സ്തോത്രം. കരയാതിരിക്കട്ടെ എന്ന് സ്തോത്രം പറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രപ്പാ സ്തോത്രം. ഹല്ലേലൂയ. രാത്രി 10 മണിയായപ്പോൾ ആ അമ്മ എന്നെ വിളിക്കുന്നു. കണ്ണുനീരോടെ നിലവിളിയോടെ വിളിക്കുന്നു. പ്രിയ പാസ്റ്ററേ, എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണമേ. ഹല്ലേലൂയ. എന്റെ മകളുടെ കൊച്ചുമകൾ, ഒരു 9-10 വയസ്സ് വരും. നല്ല വെളുത്ത നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി. സ്തോത്രം. ഹല്ലേലൂയ. പെട്ടെന്ന് തന്നെ ആ കുട്ടിക്ക് ഈ കൈകാലുകളെല്ലാം, വിരലുകളെല്ലാം കൊച്ചു പിടിക്കുന്നു. ഈ ശരീരത്തിൽ പാടുകൾ അവിടെ അടുക്കുന്നു. ശരീരത്തിൽ നീര് കൊണ്ട് കയറുന്നു. ഹല്ലേലൂയ. പെട്ടെന്ന് തന്നെ അവർ നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയി. അവർ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ട്രീറ്റ്മെന്റ് നടക്കണം, അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഈ കുട്ടിയിൽ വീണ്ടും വികൃതമായ രൂപങ്ങൾ കൂടി വരുന്നു. ഈ കുട്ടിയുടെ അമ്മയാണ് കൊണ്ടുപോയത്.
വീട്ടിൽ ആ അമ്മ നിലവിളിയായി. ആ അമ്മ ഈ ചൊവ്വാഴ്ച ആ കുട്ടിയുടെ അമ്മൂമ്മയാണ് ഞങ്ങളുടെ കൂട്ടായ്മയിൽ കടന്നു വന്നത്. അമ്മൂമ്മയും അപ്പൂപ്പനും കൂട്ടായ്മയിൽ വന്നത്. ആ കുട്ടിയുടെ അമ്മ ചൊവ്വാഴ്ച ദുബായിക്ക് പോകാനായിട്ടിരിക്കുകയാണ്. ടൂർ പാക്കേജിൽ വർക്ക് ചെയ്യുന്ന മാഡമാണ്. അവർ അങ്ങനെ പോകാനായിട്ടിരിക്കുകയാണ്. ആ അമ്മ ഭയങ്കരമായ നിലവിളിയായി. ഈ കുഞ്ഞിന്റെ അമ്മ നിലവിളിയായി. സ്തോത്രം. എനിക്ക് ചൊവ്വാഴ്ച ടൂർ പാക്കേജുമായി ദുബായിക്ക് പോകണം. ഈ കുട്ടി ഹോസ്പിറ്റലിൽ ആയി കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ പോകാൻ സാധിക്കും? വിസയും ടിക്കറ്റും എല്ലാമായി 10-30 ആൾക്കാരും ഇവർ അണ്ടറിലായി കഴിഞ്ഞു, ഇവരെ കൊണ്ടുപോകാനായിട്ടുള്ള. ഹല്ലേലൂയ. ഇവർ നേരെ തിരുവനന്തപുരം കോസ്മോ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. കോസ്മോ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുട്ടി എത്രയും പെട്ടെന്ന് ICUയിൽ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. സ്തോത്രം. ICUയിൽ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ആ അമ്മ അവിടെ കണ്ട് ഭയങ്കര നിലവിളിയായി, കരച്ചിലായി. ഹല്ലേലൂയ. ഇവിടെയുള്ള അമ്മൂമ്മ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു ആ അമ്മയെ എന്നെ വിളിക്കാൻ പറഞ്ഞു. ഫോണിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. ഹല്ലേലൂയ. കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നു. അപ്പൊ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. ആ അമ്മയാണെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോയിരുന്ന സമയത്ത് ഞങ്ങളുടെ പ്രാർത്ഥനയിലൊന്നും പങ്കെടുക്കാൻ വരാതെ എനിക്കിതൊന്നും ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ഒരമ്മ. സ്തോത്രം. ആ അമ്മ ICUയിൽ ഇരുന്നു കൊണ്ട് സ്തോത്രം 1.5 മണിക്കൂറോളം ദൈവവചനം കേട്ടു, പ്രാർത്ഥിച്ചു. ദൈവവചനം കേട്ടു, പ്രാർത്ഥിച്ചു. അവസാനം 1/2 മണിക്കൂറോളം ഞാൻ പറഞ്ഞതുപോലെ ചൊല്ലിക്കൊള്ളാൻ പറഞ്ഞു. യേശുവിന്റെ വചനത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു. പ്രാർത്ഥനകളെല്ലാം പറഞ്ഞു കൊടുത്തു. ആ മകൾ എനിക്ക് ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നു. അപ്പൊ നന്ദിയോട് സ്തുതിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, ദേവദാസന്മാരെ അപമാനിക്കുന്നത്, ഹല്ലേലൂയ, ദേവദാസന്മാരെ അപമാനിക്കുന്നത്, അവരെ നിന്ദിക്കുന്നത് ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നതിന് തുല്യമാണ്. സ്തോത്രം. ഞാൻ അവരെ നിന്ദിച്ചിട്ടുണ്ട്, അവരെ വേദനിപ്പിച്ചിട്ടുണ്ട്, അവരെ കല്ലെടുത്തെറിഞ്ഞിട്ടുണ്ട്, അവരെ അടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായാണ് ഇന്ന് സുവിശേഷം പ്രസംഗിക്കുന്നത്. ആ മേഡം കേട്ടു, സുവിശേഷം കേട്ടു, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഞങ്ങളും പ്രാർത്ഥിച്ചു. രാവിലെ ആയപ്പോ വിളിച്ചു, മേഡം എങ്ങനെയുണ്ട് കുഞ്ഞിന്? സാറേ, പരിപൂർണ സൗഖ്യം വ്യാപരിച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു, ശരീരത്ത് വട്ട പാടുകളോ? നോ, അതെല്ലാം പോയിരിക്കുന്നു. കൈകാലുകളോ? അതെല്ലാം ശക്തിപ്പെട്ടിരിക്കുന്നു, ബലപ്പെട്ടിരിക്കുന്നു. കുഞ്ഞിനെ നാളെ ഡിസ്ചാർജ് ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നു. അതാണ് പറയുന്നത്, എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ എന്നെ കൈനീട്ടും, നിന്റെ വലം കരം നിന്നെ രക്ഷിക്കും. ദൈവത്തിന്റെ കരം ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിൽ, നീ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബത്തിൽ ആ പരിശുദ്ധനായ ദൈവത്തിന്റെ അവിടെ ഉണ്ട്, ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സൂക്ഷിപ്പുകാരനായ ദൈവം നിന്റെ ഭവനത്തിൽ ഉണ്ട്. മുന്തിരിത്തോട്ടത്തിന്റെ സൂക്ഷിപ്പുകാരനായ ദൈവം നിന്റെ ഭവനത്തിലുണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് 2-ാം അധ്യായത്തിൽ പറയുന്നത്, മനോഹരമായ ഒരു മുന്തിരിത്തോട്ടത്തെ കുറിച്ച് പാടുവിൻ. സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം വളരെ ശ്രദ്ധിച്ചോണം. എല്ലാവരും കേട്ടിട്ടുള്ള വചനമാണ്. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യമാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്, വായിച്ച് ധ്യാനിക്കാൻ പോകുന്നത്. 1-ാം വാക്യത്തിൽ പറയുന്നു, എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. യേശു ഡയറക്റ്റ് പറയുന്ന വാക്യമാണ്. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യത്തിൽ യേശു ഡയറക്റ്റ് പറയുന്ന വാക്യമാണ്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി. സ്തോത്രം. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി. യേശു മുന്തിരിവള്ളിയാണ്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. യേശു പറയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്, എന്റെ പിതാവ് തോട്ടക്കാരൻ. നമ്മളെ കുറിച്ചൊന്നും അവിടെ പറയുന്നില്ല. 1-ാം വാക്യത്തിൽ യേശുവിനെ, പിതാവിനെ കുറിച്ച് മാത്രമേ പറയുന്നു. നമ്മളെല്ലാം ഔട്ട്. നമ്മളെ കാത്ത് കയറും, പേടിക്കണ്ട. തുടർന്ന് വരുമ്പോൾ നമ്മളകത്ത് കയറും. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാണ്. അപ്പൊ ആ മുന്തിരിത്തോട്ടത്തിലെ ഒരു മുന്തിരിവള്ളിയാണ് യേശു. ആ മുന്തിരിവള്ളികളെ, ആ തോട്ടത്തെ സൂക്ഷിക്കുന്ന, മുന്തിരിവള്ളികൾ അടങ്ങുന്ന ആ തോട്ടത്തെ സൂക്ഷിക്കുന്ന തോട്ടക്കാരനാണ് നമ്മുടെ പിതാവായ ദൈവം. 2-ാം വാക്യത്തിൽ പറയുന്നു, ചെത്തിവെടിപ്പാക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ അടുത്ത 2-ാമത് പറയുന്നത് ഒരു ഉപമ വെളിപ്പെടുത്തുകയാണ്, ഒരു എക്സാമ്പിൾ വെളിപ്പെടുത്തുകയാണ്. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും, യേശു പറയുകയാണ്, ആ മുന്തിരിവള്ളി ആകുന്ന യേശു പറയുകയാണ്, ആ മുന്തിരിവള്ളിയിൽ കായ്ക്കാത്ത ശിഖരങ്ങളെയെല്ലാം, ബ്രാഞ്ചസിനെയെല്ലാം, കൊമ്പുകളെയൊക്കെ ഞാൻ അവനെന്നെഴുതാൻ യേശു നീക്കിക്കളയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കാരണം നിർത്തിയിട്ട് കാര്യമില്ല. കായ്ക്കാത്ത കൊമ്പുകളൊന്നും ശിഖരങ്ങളെ നിർത്തിയിട്ട് കാര്യമില്ല. ഇതൊന്നും രക്ഷപ്പെടത്തില്ല. എത്ര സുവിശേഷം പറഞ്ഞാലും ഏറ്റെടുക്കത്തില്ല. എത്ര പ്രാർത്ഥിച്ചാലും അവർ ഏറ്റെടുക്കത്തില്ല. കൈയടിക്കാൻ പറഞ്ഞാൽ കൈയടിക്കത്തില്ല.
വാ തുറന്നൊന്ന് ആരാധിക്കാൻ പറഞ്ഞ ആരാധിക്കത്തില്ല. എത്ര പറഞ്ഞാലും വചനം ഏറ്റെടുക്കത്തില്ല, കൈയടിക്കത്തില്ല, ആരാധിക്കത്തില്ല. അങ്ങനെയുള്ള എല്ലാ കൊമ്പുകളെയും വെട്ടിക്കളയും. പോത് എന്ന് പറഞ്ഞുകൊണ്ട് നീ എന്നോടൊപ്പം നിൽക്കണ്ട, നീ ഒന്ന് പറഞ്ഞാൽ കേൾക്കാത്തതാണ്. പോ എന്ന് പറഞ്ഞ ദൈവം വെട്ടിക്കളയും. സ്തോത്രം. അതാണ് എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും, കായ്ക്കുന്ന കൊമ്പുകൾ കരങ്ങളടിച്ച് വചനം ഏറ്റെടുത്ത് സ്തുതിച്ച് എപ്പോഴും ദൈവ സാന്നിധ്യത്തിലായിരിക്കും. ശ്രദ്ധിക്കണമേ, വചനം ശ്രദ്ധിക്കണമേ. കായ്ക്കുന്ന കൊമ്പുകൾ, ഫലം പുറപ്പെടുവിക്കുന്ന കൊമ്പുകൾ എപ്പോഴും കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തോട് കൂടെ നടക്കും. ഇല്ലാത്തതിനെ വെട്ടി ദൂരെ എറിയും. ഇല്ലാത്ത കൊമ്പുകളെ, എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും അവൻ നീക്കിക്കളയുന്നു. എന്നാൽ കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കിക്കൊണ്ടിരിക്കും. ദാറ്റ് മീൻസ് ഇന്ന് പലരും ചോദിക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥനയിൽ പോകുന്നു, കരങ്ങളടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, സ്തോത്രം, ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിച്ചു, മുങ്ങി സ്നാനമൊക്കെ എടുത്തു, സംഭവമൊക്കെ ശരി തന്നെയാണ്, ശുശ്രൂഷകളൊക്കെ നിൽക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവാസം, ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തിനു കഷ്ടത വരുന്നു? ഞാൻ ദൈവത്തോട് ചേർന്നിരിക്കുന്ന വ്യക്തിയല്ലേ, ദൈവ സാന്നിധ്യത്തിൽ ചേർന്നിരിക്കുന്ന വ്യക്തിയല്ലേ, എന്തിനീ കഷ്ടതകൾ വരുന്നു? സ്തോത്രം. പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ ആ ചോദ്യം ചോദിക്കണ്ട. നീ ആ ചോദ്യം ആരോടും ചോദിക്കണ്ട. നീ അപ്പോൾ വിശ്വസിച്ചു കൊള്ളുക. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പ, നന്ദിയോട് സ്തുതിക്കുന്നു. നീ അപ്പോൾ വിശ്വസിച്ചു കൊള്ളുക. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പ. ദൈവം നിന്നെ അടുത്ത തലത്തിലേക്ക് അനുഗ്രഹിക്കാൻ പോവുകയാണ്. നിന്നെ അടുത്ത തലത്തിലേക്ക്, അടുത്ത സമൃദ്ധിയിലേക്ക് ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പ, നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രപ്പ. ഹല്ലേലൂയ. യേശുവേ, നന്ദിയോട് സ്തുതിക്കുന്നു. കേരളത്തിൽ ഈ സമയം ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തെ, ഹല്ലേലൂയ, വിദേശ മേഖലയിലേക്ക് പറക്കുന്നതിന് വേണ്ടി ദൈവം വാതിൽ തുറന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നീ ഒത്തിരി കഷ്ടതയിൽ കൂടി പോയി. നീ ദൈവത്തെ ആരാധിക്കുന്ന കുടുംബമാണ്, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന കുടുംബമാണ്, ദൈവ സാന്നിധ്യമുള്ള കുടുംബമാണ്. പക്ഷെ ഭയങ്കരമായ കഷ്ടതകളും ദുഃഖങ്ങളും ദുരിതങ്ങളും പലവട്ടം ചിന്തിച്ചു, ഞങ്ങൾ എന്തിനിങ്ങനെ ജീവിക്കണം? ദൈവമേ, അങ്ങേ ആരാധിക്കുന്ന കുടുംബമാണല്ലോ, അങ്ങേ സ്തുതിക്കുന്ന കുടുംബമാണല്ലോ. എന്നാൽ പ്രിയ വിശ്വാസി കുടുംബമേ, നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിന്നെ ദൈവം ചെത്തി വെടിപ്പാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നീ ആ കഷ്ടതയുടെ നടുവിലും ദൈവത്തെ നിലവിളിച്ചപ്പോൾ ദൈവം നിന്റെ കുടുംബത്തെ മൊത്തം ദൈവം നിന്നെ ഗൾഫ് മേഖലയിലേക്ക് ഇവിടുന്ന് കരകയറ്റുകയാണ്. ദൂത് ഏറ്റെടുത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ. നിന്നെ ഇത്രയും നാൾ ചെത്തി വെടിപ്പാക്കിയത് അധികം ഫലം പുറപ്പെടുവിക്കേണ്ടതിനായിരുന്നു. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. 3-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലായല്ലോ. കായ്ക്കാത്തതിനെ വെട്ടി നീക്കും. കായ്ക്കുന്ന വ്യക്തികളെ വീണ്ടും കഷ്ടതയിൽ കൂടി ദുഃഖത്തിൽ കൂടി ചെത്തി വെടിപ്പാക്കിക്കൊണ്ടിരിക്കും, അധികം ഫലം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി. ഈ വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി ദൈവത്തോട് ക്വസ്റ്റ്യൻ ചോദിക്കണ്ട, പാസ്റ്റർമാരോടും ചോദിക്കണ്ട, പ്രത്യേകിച്ച് സിസ്റ്ററിനോടും റാണി സിസ്റ്ററിനോടും വിളിച്ച് ചോദിക്കണ്ട. സ്തോത്രം. സിസ്റ്ററെ, ഞങ്ങൾ ഇത്രയും സമയം ഇവിടെ സിസ്റ്റർ പ്രാർത്ഥന അറ്റൻഡ് ചെയ്യുന്നു, സിസ്റ്ററിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, സിസ്റ്ററിന്റെ കൂട്ടായ്മയിലെല്ലാം ഉണ്ട്. പിന്നെ എന്താ സിസ്റ്ററെ ഇത്രത്തോളം സങ്കടം വരുന്നത്? എന്താ സിസ്റ്റർ എത്രത്തോളം ദുഃഖം വരുന്നത്? എന്താ സിസ്റ്റർ എത്രത്തോളം ദുരിതം വരുന്നത്? നോ, ആരോടും ചോദിക്കണ്ട. നീ ഒന്നോർത്തോളുക, നിന്നെ ദൈവം ചെത്തി വെടിപ്പാക്കി അടുത്ത സ്റ്റേജിലേക്ക് നിന്നെ മാറ്റാൻ വേണ്ടിയാണ്. നന്ദിയോട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നു. 4-ാം വാക്യം പറയുന്നു, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അവിടെ പറയാണ്, നിങ്ങൾ എന്നിൽ വസിപ്പിൻ, എന്നാൽ ഞാൻ നിങ്ങളിലും വസിക്കും. സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. 4-ാം വാക്യത്തിൽ 15:4 പറയുന്നു, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. ആദ്യം പറഞ്ഞു അവിടെ യേശുവും ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ ആരുമില്ല. 4-ാം വാക്യത്തിൽ നമ്മൾ അകത്ത് കയറുകയാണ്, നമ്മളും ആ മുന്തിരിത്തോട്ടത്തിലോട്ട് കയറുകയാണ്. ഹല്ലേലൂയ. അവിടെ പറയാണ്, എന്നിൽ വസിപ്പിൻ. യേശു പറയാണ്, എന്നിൽ വസിപ്പിൻ. ഹല്ലേലൂയ. നിങ്ങൾ എന്നോട് കൂടെ ആയിരിക്കുവൻ, എന്നിൽ വസിപ്പിൻ, എന്നാൽ ഞാൻ നിങ്ങളിലും വസിക്കും. നിങ്ങൾ എന്നോട് കൂടെ ഇരിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. സ്തോത്രം. എന്നിൽ വസിപ്പിൻ, എന്നാൽ ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിലും മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ. മനസ്സിലാവുന്നുണ്ടോ?
വ്യക്തമായി മനസ്സിലാക്കണം. ആ വചനത്തിന്റെ മർമ്മം വ്യക്തമായി മനസ്സിലാക്കണം. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ആരാ കൊമ്പ്, ആരാ മുന്തിരിവള്ളി, ആരാ മുന്തിരി തോട്ടത്തിലെ സൂക്ഷിപ്പുകാരൻ? 3 പോയിന്റുകൾ വരികയാണ് അവിടെ. ആരാണ് കൊമ്പ്? സ്തോത്രം. വ്യക്തമായിട്ടുള്ള ഒന്നും പ്രസംഗങ്ങളും കിട്ടുന്നില്ല ഇതിൽ നിന്നും. ആരാണ് കൊമ്പ്? ആരാണ് മുന്തിരിവള്ളി? ആരാണ് മുന്തിരിത്തോട്ടത്തിലെ സൂക്ഷിപ്പുകാരൻ? മനസ്സിലാവുന്നുണ്ടോ? ഇത് കേൾക്കുന്ന ദൈവവിശ്വാസികളെ പ്രത്യേകം നോട്ട് ചെയ്തെടുത്തോളൂ. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ, അതായത് വീണ്ടും എന്നെ എക്സ്പ്ലനേഷനോട്ട് പോവുകയാണ്. മുന്തിരിവള്ളി എന്ന് പറയുന്നത് യേശു കർത്താവ്, അതിന്റെ ശാഖകൾ, അതിന്റെ ബ്രാഞ്ചസ്, അതിന്റെ കൊമ്പുകളാവുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മൾ ഓരോരുത്തരുമാണ് അതിന്റെ ശാഖകൾ, കൊമ്പുകൾ. മുന്തിരിവള്ളിയാവുന്ന യേശു കർത്താവ്. സ്തോത്രം. ഈ മുന്തിരിവള്ളികളെല്ലാം ഒരു തോട്ടത്തിലാണ് ഉള്ളത്. ആ തോട്ടത്തിലെ സൂക്ഷിപ്പുകാരൻ ദൈവമാണ്. ആ കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ, സ്തോത്രം, ഹല്ലേലൂയ, ഒരു മുന്തിരിവള്ളിയിൽ അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിൽ അതിന്റെ ശിഖരം ഒടിഞ്ഞു വീഴ്ന്നു കിടന്നാൽ അത് ഉണങ്ങിപ്പോകുന്നു. എന്നാൽ ഒരു വൃക്ഷത്തിൽ അതിന്റെ കൊമ്പ്, അതിന്റെ ശിഖരം, അതിന്റെ ബ്രാഞ്ച് ആ മരത്തോട് ചേർന്ന് നിന്നാൽ മാത്രമേ അതിന്ന് കായ്ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കത്തുള്ളൂ, കായ്ഫലം ഉണ്ടാകത്തുള്ളൂ. ഇതുപോലെ തന്നെയാണ് പറയുന്നത്. യേശു പറയുന്നു, ഞാൻ മുന്തിരിവള്ളിയാകുന്നു, നിങ്ങൾ അതിലെ ശാഖകളാകുന്നു, കൊമ്പുകളാകുന്നു. സ്തോത്രം. സ്വയമായി നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. യേശു നമ്മളോട് കൂടെ ഇല്ലാതെ, ആ മുന്തിരിവള്ളിയാവുന്ന യേശു നമ്മളോട് കൂടെ ഇല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല, നമുക്ക് കായ്ക്കാൻ സാധിക്കത്തില്ല. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വന്തമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഒന്നും സാധിക്കത്തില്ല. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. കായ്ക്കണമോ, അനുഗ്രഹങ്ങൾ കിട്ടണമോ, വിടുതലിൽ കിട്ടണമോ, അഭിവൃദ്ധി കിട്ടണമോ, ആ യേശുവിനോട് ചേർന്നിരിപ്പിൻ. ആ മുന്തിരിവള്ളിയാകുന്ന യേശുവിനോട് കൊമ്പുകൾ ചേർന്നിരിക്കുന്നത് പോലെ ആ കൊമ്പാകുന്ന നമ്മൾ യേശുവിനോടൊപ്പം ചേർന്നിരിക്കുവൻ. എന്നാൽ നിങ്ങൾ അധികം ഫലം പുറപ്പെടുവിക്കുക തന്നെ ചെയ്യും. 5-ാം വാക്യത്തിൽ പറയുന്നു, വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്, വ്യക്തമായി വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. സ്തോത്രം. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. വ്യക്തമായി പറയുന്നു. യേശുവാണ് മുന്തിരിവള്ളി, നമ്മളതിനെ കൊമ്പുകളാകുന്നു. ഒരുത്തൻ എന്നിലും ആ മുന്തിരിവള്ളിയിൽ എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. പ്രിയ ദൈവവിശ്വാസികളെ, നിങ്ങളുടെ മക്കൾക്ക് ഒരു അനുഗ്രഹം കിട്ടണമെങ്കിൽ, നിങ്ങൾക്ക് സാമ്പത്തികമായ ഒരു വിടുതൽ കിട്ടണമെങ്കിൽ, നിങ്ങൾക്കൊരു അഭിവൃദ്ധി കിട്ടണമെങ്കിൽ, നിങ്ങൾക്കൊരു രോഗസൗഖ്യം കിട്ടണമെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രപ്പ, നിങ്ങൾക്കൊരു ജീവിതത്തിൽ ഉയർച്ച കിട്ടണമെങ്കിൽ, നിങ്ങൾ ഉദ്യോഗ മേഖല നിങ്ങൾക്ക് ഉയർച്ച കിട്ടണമെങ്കിൽ, നിങ്ങളുടെ ജീവിത പങ്കാളിമേൽ ഒരു മാനസാന്തര അനുഭവം ഉണ്ടാവണമെങ്കിൽ, ആ മുന്തിരിവള്ളിയാകുന്ന കർത്താവ് യേശു ക്രിസ്തുവിനോട് കൊമ്പുകളാകുന്ന ശാഖകളാകുന്ന നീ ചേർന്ന് നിൽക്ക്, വചനം കേൾക്ക്, അതനുസരിച്ച് ആരാധിക്ക്, കൽപ്പനകൾ പ്രമാണിക്ക്, ഹല്ലേലൂയ, ദൈവത്തെ സ്നേഹിക്ക്, സത്യത്തിന് ആത്മാവിൽ ആരാധിക്ക്. എങ്കിൽ നീ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. സ്തോത്രപ്പ, സ്തോത്ര, ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നു. 6-ാം വാക്യത്തിൽ പറയുന്നു, എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളയും. നമ്മൾ യേശുവിനോടൊപ്പം ജീവിച്ചില്ല എങ്കിൽ ആ കൊമ്പുകളാകുന്ന നമ്മളെ വെട്ടി ദൂരെ കളഞ്ഞിട്ട് അത് ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിൽ ഇടുന്നു, അത് വെന്തു പോകും. നന്ദിയോട് സ്തുതിക്കുന്നപ്പ. 7-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ എന്നിലും, സ്തോത്രം, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ അത് നിങ്ങൾക്ക് ലഭിക്കും. അത് വേറൊരു ടോപ്പിക്കാണ്. വീണ്ടും ഇതേപോലെ 3/4 മണിക്കൂർ 1 മണിക്കൂറോളം ടോപ്പിക്കുന്ന പ്രസംഗമാണത്. നിങ്ങൾ എന്നിലും ആ പ്രാർത്ഥനയിൽ കൂടി ഉപവാസത്തിൽ കൂടി വിശുദ്ധമായ ജീവിതത്തിൽ കൂടി ദൈവത്തോട് വസിക്കുക. കൂടാതെ എന്റെ വചനം നിങ്ങളിൽ നിലനിൽക്കണം. വചനം നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ വചനം വായിക്കണം, ധ്യാനിക്കണം, അതെപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതാണ് പറയുന്നത്, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അപേക്ഷിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. അങ്ങനെ നിങ്ങൾ വചനം വായിച്ച് ധ്യാനിച്ച് മുന്നോട്ട് പോകുമെങ്കിൽ ഒരു വക്രസർപ്പത്തിനും ഒരു പിശാചിന്റെ സന്തതികൾക്കും ഒരു സർപ്പ ലിബിയാധാനും ഒന്നിനും നിങ്ങളെ തൊടുവാൻ സാധിക്കത്തില്ല. കാരണം
നിങ്ങൾ എപ്പോഴും ദൈവ സാന്നിധ്യത്തിൽ തന്നെ ആയിരിക്കും. നന്ദിയോട് സ്തുതിക്കുന്നപ്പ, നന്ദിയോട് സ്തുതിക്കുന്ന ഹല്ലേലൂയ, നന്ദിയോട് സ്തുതിക്കുന്നു. വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ആദ്യം വായിച്ച വചനഭാഗത്തേക്ക് പോവുകയാണ്. ആദ്യം 27 1, 2 മാത്രമേ നമ്മൾ ധ്യാനിച്ചിട്ടുള്ളൂ. വീണ്ടും ഇപ്പോൾ അതിന്റെ 3, 4 വാക്യങ്ങൾ വായിക്കാൻ പോവുകയാണ്. സ്തോത്രം. അപ്പൊ ഹല്ലേലൂയ, 3, 4 വാക്യങ്ങൾ വായിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. വളരെ ശ്രദ്ധിക്കണമേ. ഇനിയാണ് നമ്മൾ ആത്മീയ മർമ്മം പോകുന്നത്. വളരെ ശ്രദ്ധയോടെ ഇരിക്കണമേ. ആരും ഇതിൽ നിന്ന് ഇറങ്ങി പോകരുത്. ഇറങ്ങി പോകുന്നുവെങ്കിൽ നിങ്ങൾ ഇത്രയും സമയം കേട്ട ഭാഗം പോയി, കേട്ടതിന് ഫലമില്ലാതെ പോവുകയാണ്. ഇനിയാണ് നിങ്ങൾക്ക് വ്യക്തമായ ഒരു വിടുതലിന്റെ ഭാഗം വരുന്നത്, വ്യക്തമായ ഒരു അനുഗ്രഹത്തിന്റെ ഭാഗം വരുന്നതാണ്. യഹോവയായ ഞാൻ അതിനെ സൂക്ഷിക്കും. ഏതിനെ സൂക്ഷിക്കും? ശ്രദ്ധിക്കണം. യഹോവയായ ഞാൻ അതിനെ സൂക്ഷിക്കും, ആ മുന്തിരിവള്ളികളെ സൂക്ഷിക്കും. സ്തോത്രം. യഹോവയായ ഞാൻ മുന്തിരിവള്ളികളെ സൂക്ഷിക്കും, അതിലെ കൊമ്പുകൾ നമ്മളാണ്. അപ്പൊ മുന്തിരിവള്ളിയെ സൂക്ഷിക്കുമ്പോൾ കൊമ്പിനെയും സൂക്ഷിക്കും. യഹോവയായ ഞാൻ അതിനെ സൂക്ഷിക്കും, ആ മുന്തിരിത്തോട്ടം സൂക്ഷിക്കും. ക്ഷണം പ്രതി ദിനം പ്രതി ഞാൻ അതിനെ നനയ്ക്കും. സ്തോത്രം. ഞാൻ അതിനെ നനയ്ക്കും. ആ തോട്ടത്തിൽ നിൽക്കുന്ന മുന്തിരിവള്ളികൾക്കും ശാഖകൾക്കും എന്തെല്ലാം ആവശ്യമാണോ ഡെയിലി വേണ്ടത്, അതിനാവശ്യമായ ആഹാരം, ആത്മീയമർമ്മത്തിലോട്ട് പോവുകയാണ്. അതിനാവശ്യമായ ആഹാരം, മുന്തിരിവള്ളിക്ക് ആവശ്യമായ ഉടുപ്പ്, മുന്തിരിവള്ളിക്ക് ഉടുപ്പ് വേണ്ട. സ്തോത്രം. ആത്മീയ മർമ്മത്തിലോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് ആവശ്യമായ ആഹാരം, മുന്തിരിവള്ളിക്ക് ആവശ്യമായ വളം വേണം, വെള്ളം വേണം, അതിന് നല്ല തണൽ വേണം, നല്ല പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കണം. ഇത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആവശ്യമായ ആഹാരം, നമുക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ, നമുക്ക് ആവശ്യമായ ധനം, നമുക്ക് ആവശ്യമായ ഭവനം, വസിക്കാനുള്ള ഭവനം, നമുക്ക് സഞ്ചരിക്കാനുള്ള വാഹനം, എല്ലാം ദൈവം നമുക്ക് തരിക തന്നെ ചെയ്യും. അതാണ് പറഞ്ഞത്, ക്ഷണം പ്രതി ഞാൻ നിന്നെ നനയ്ക്കും. അതിന് നിമിഷം ഓരോ ദിവസവും നിനക്ക് വേണ്ടത് അതാത് സമയങ്ങളിൽ ദൈവം നിനക്ക് തരിക തന്നെ ചെയ്യും. കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും ദൈവം അതാത് സമയങ്ങളിൽ, കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും കരയുന്ന മൃഗങ്ങൾക്കും അതാത് സമയം അതിൻ്റെതായ തീറ്റികൾ കൊടുക്കുവാൻ ദൈവത്തിന് അറിയാമെങ്കിൽ, പ്രിയ വിശ്വാസികളെ, നിങ്ങൾക്കും ആവശ്യമുള്ളത് അതാത് സമയം ദൈവം തരിക തന്നെ ചെയ്യും. ക്ഷണം പ്രതി ഞാൻ അതിനെ നനയ്ക്കും. ഒന്നുകൊണ്ടും ഇത് കേൾക്കുന്ന പ്രിയ വിശ്വാസികളെ, ഇത് കേൾക്കുന്ന പ്രിയ വിശ്വാസികൾ, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ദുഃഖിക്കേണ്ട, ഭാരപ്പെടേണ്ട. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം, നിങ്ങളുടെ മക്കളുടെ ആവശ്യമാണോ, ഭർത്താവിന്റെ ആവശ്യമാണോ, ഉദ്യമങ്ങളുടെ ആവശ്യമാണോ, നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കുക. ആ മുന്തിരിവള്ളിയാകുന്ന ആ കർത്താവ് യേശുവിനോടൊപ്പം കൊമ്പുകളാ നമ്മൾ ചേർന്നിരിക്കുക. ദിനം പ്രതി നിനക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം തന്നുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. സ്തോത്രം കൊടുത്ത ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നു. വീണ്ടും പറയുന്നു, ആരും അതിനെ തൊടാതിരിക്കേണ്ടതിന് ഞാൻ അതിനെ രാവും പകലും ആരും അതിനെ തൊടാതിരിക്കുന്നതിന് വേണ്ടി, ഒരു കിളിയോ ഒരു മൃഗമോ ഒരു പുഴുവോ ഒരു കൃമിയോ, സ്തോത്രം, അതിനെ തൊട്ടുപോകരുത്. സ്തോത്രം. മനുഷ്യനല്ല സൂക്ഷിപ്പാരൻ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മനുഷ്യനല്ല സൂക്ഷിക്കുന്നത്. ഈ അഖിലാണ്ടത്തിന്റെ സൃഷ്ടികർത്താവ് യേശു കർത്താവാണ്, ദൈവമാണ് ആ തോട്ടത്തെ സൂക്ഷിക്കുന്നത്. അതിനെ ആരും അതിനെ തൊടാതിരിക്കുന്ന, ആരും. സ്തോത്രം. ഒരു മൃഗങ്ങളോ പക്ഷികളോ പുഴുക്കളോ കൃമികളോ ഒന്നും ആ മുന്തിരിവള്ളിയെ തൊടാതിരിക്കുന്നതിന് വേണ്ടി, മുന്തിരിവള്ളിയാകുമ്പോൾ അതിന്റെ ശാഖകളുമുണ്ട്, മുന്തിരിവള്ളിയെ തൊടാതിരിക്കുന്നതിന് വേണ്ടി, അതിന്റെ ശാഖകളെ തൊടാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ അതിനെ രാവും പകലും ഉറങ്ങാതെ ആഹാരം പോലും കഴിക്കാതെ നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഒരൊറ്റ മനുഷ്യനും നമ്മളെ തൊടത്തില്ല. പ്രിയ ദൈവവിശ്വാസികളെ, ദൂത് നിങ്ങൾ കൈമാറുകയാണ്. ഹല്ലേലൂയ. നീ യേശുവിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, ആ മുന്തിരിവള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ശാഖയാണോ? ഏറ്റെടുത്തോ? ഒരു ശാഖയാണോ? നിന്നെ ഒരു ദുഷ്ടശക്തികളും നിന്നെ ഒരു സർപ്പശക്തികളും, സ്തോത്രം, ഒരു സർപ്പശക്തികളും ഒരു ലിവ്യാധാനും, സ്തോത്രം, ഒരു വക്ര സർപ്പവും ഒരു പിശാചിന്റെ ശക്തികളും ഒരു അന്ധകാര ശക്തികളും ഒരു ദുരാത്മാവിന്റെ ശക്തികളും നിന്നെ തൊടാതിരിക്കുന്നതിന് വേണ്ടി, നിന്നെ നശിപ്പിക്കാതിരിക്കുന്ന, ഏറ്റെടുത്തോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ തൊടാതിരിക്കുന്നതിന് വേണ്ടി ആ ദൈവം രാവും പകലും നിന്നെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ കർത്താവെ, കുടുംബങ്ങളോട് പോരാടുന്ന, മക്കളോട് പോരാടുന്ന, ജീവിത പങ്കാളിയോട് പോരാടുന്ന കർത്താവെ യേശുവെ, സ്തോത്രപ്പ. ഈ സമയം പിശാചിന്റെ സാത്താന്റെ എല്ലാ ബന്ധനങ്ങളും കർത്താവ് കുടുംബത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്നതിനായി
വിട്ടൊഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നതിന് ഹല്ലേലൂയ നന്ദിയോട് സ്തുതിക്കുന്നപ്പ, നന്ദിയോട് സ്തുതിക്കുന്നു. പല കുടുംബങ്ങളിൽ നിന്ന് പിശാചിന്റെ ശക്തികൾ അല്ലറി ഓടുന്നതായിട്ടോ എല്ലാവരും കരങ്ങളടിച്ച് പ്രാർത്ഥിച്ചോ, എല്ലാവരും ശക്തിയോടെ കരങ്ങളടിച്ച് പ്രാർത്ഥിച്ചോ, എല്ലാവരും ശക്തിയോടെ കരങ്ങളടിച്ച് ഏറ്റെടുത്തോ, എല്ലാവരും ശക്തിയോടെ കരങ്ങളടിച്ച് ഏറ്റെടുത്തോ. ഇന്ന് കുടുംബങ്ങളിൽ നിന്ന് ഈ രാത്രിയുടെ യാമങ്ങൾ ഹല്ലേലൂയ പിശാചിന്റെ ശക്തികൾ, അന്ധകാര ശക്തികൾ, സർപ്പത്തിന്റെ ശക്തികൾ, നിന്നെ നശിപ്പിക്കാൻ നിൽക്കുന്ന, നിന്നെ തുലയ്ക്കുവാൻ നിൽക്കുന്ന, നിന്നെ കർത്താവെ സ്തോത്രം ഹാലയിൽ നിന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുന്ന ദുരാത്മാവിന്റെ ശക്തികൾ ഇന്ന് ഇറങ്ങി ഓടുകയാണ് യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ രക്തം ജയം, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ രക്തം ജയം കർത്താവെ നന്ദിയോട് സ്തുതിക്കുന്നപ്പ, നന്ദിയോട് സ്തുതിക്കുന്നു. ഒരു മാനസികമായ രോഗിയിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ. ആ മാനസിക രോഗിയോട് പോരാടിക്കൊണ്ടിരിക്കുന്ന പിശാചിന്റെ ശക്തി യേശു ഇന്ന് ആട്ടി പുറത്തിറക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. സ്തോത്രം. അനേകം കുടുംബങ്ങളിൽ അനേകം മക്കളുടെ മേൽ ഇന്ന് വിടുതലുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അനേകം കുടുംബങ്ങൾ, അനേകം വ്യക്തികൾ അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പ, നന്ദിയോട് സ്തുതിക്കുന്നപ്പ. ഹല്ലേലൂയ. സ്തോത്ര. ഹല്ലേലൂയ. വിസ എക്സ്റ്റൻഷൻ കിട്ടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല വ്യക്തികൾക്കും, അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികൾക്കും ദൈവം ഇന്ന് വിസ എക്സ്റ്റൻഷൻ അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിശാച് തടഞ്ഞു വെച്ചിരുന്ന അന്ധകാര ശക്തിയെ, ദുഷ്ട പിശാചിനെ വെട്ടിമാറ്റിക്കൊണ്ട് വിസ എക്സ്റ്റൻഷനുകൾ നൽകുകയാണ് ദൈവം. ഏറ്റെടുത്ത പ്രിയ വിശ്വാസികളെ, നീ നാട്ടിലോട്ട് മടങ്ങേണ്ട വ്യക്തിയല്ല. ഹല്ലേലൂയ. സ്തോത്രപ്പ. നീ ഇപ്പോഴും തണുപ്പുള്ള രാജ്യത്ത് അവിടെ നിന്ന് ജോലി ചെയ്യേണ്ട വ്യക്തിയാണ്. നീ ധൈര്യമായിട്ട് നിന്നോ. ദൈവം നിന്നെ കാത്തുപരിപാലിക്കും. ഒരു ദുഷ്ടശക്തിയും നിന്നെ ദൈവം തൊടാതിരിക്കും. ഞാൻ അതിനെ രാവും പകലും സൂക്ഷിക്കും. നന്ദിയോട് സ്തുതിക്കുന്നു. ആരും ആ തോട്ടം നശിപ്പിക്കാതിരിക്കുവാൻ രാപ്പകൽ ദൈവം കാവലിരിക്കുകയാണ്. അതിനെ തക്ക സമയത്ത് നനയ്ക്കുകയും എപ്പോഴും സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു നല്ല സൂക്ഷിപ്പുകാരനാണ് നമ്മോട് കൂടെയുള്ളത്. സ്തോത്രങ്ങൾ. ഹല്ലേലൂയ. എന്നാൽ 4-ാം വാക്യത്തിൽ പറയുന്നു, ക്രോധം, ദേഷ്യം എനിക്കില്ല. ഹല്ലേലൂയ. ക്രോധം എനിക്കില്ല. സ്തോത്രം. അവിടെ ദൈവം പറയുകയാണ്, എനിക്ക് ക്രോധം അവിടെ ഇല്ല, ദേഷ്യമൊന്നുമില്ല, ഒരു വിരോധമൊന്നുമില്ല. പക്ഷെ ദൈവം അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ശ്രദ്ധിക്കണമേ. യുദ്ധത്തിൽ പറക്കാരെയും മുൾപ്പടർപ്പും എനിക്ക് വിരോധമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. വിരോധമായിരിക്കരുതേ എന്നല്ല പറയുന്നത്. യുദ്ധത്തിൽ പറക്കാരെയും മുൾപ്പടർപ്പും. സ്തോത്ര. ഹല്ലേലൂയ. അവിടെ യുദ്ധത്തിൽ എന്ന് പറയുന്നത് നേരെ തോട്ടത്തിലോട്ട് വരണം, മുന്തിരിത്തോട്ടത്തിലോട്ട് വരണം. ആ മുന്തിരിത്തോട്ടത്തിൽ പറക്കാരെയും മുൾപ്പടർപ്പും എനിക്ക് വിരോധമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. കാരണം ഈ മുന്തിരിവള്ളികളെ നശിപ്പിക്കുന്നതിന് വേണ്ടി മുൾപ്പടർപ്പും പറക്കാരെയും അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നു. അത് തന്നെയാണ് അതിന്റെ ആത്മീയാർത്ഥം. അതിനെക്കുറിച്ച് ആരും ഇനി കൂടുതൽ വ്യാഖ്യാനിക്കാൻ പോകണ്ട. തുടർന്ന് ആദ്യമുള്ള അടുത്ത വാക്യം അറിയാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ പറയുകയാണ്, യുദ്ധത്തിൽ പറക്കാരെ മുൾപ്പടർപ്പ് എനിക്ക് വിരോധമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ദാറ്റ് മീൻസ് ആ മുന്തിരിത്തോട്ടത്തിന്റെ സൂക്ഷിപ്പുകാരനായ ദൈവം പറയുകയാണ്. സംശയം വരും, ഉറപ്പായിട്ട് സംശയം വരും. ഇതിന്റെ വ്യാഖ്യാനം ഇതാണോ? ആത്മീയ മർമ്മം ഇതാണോ? സ്തോത്രം. ആ മുന്തിരിത്തോട്ടത്തിന്റെ സൂക്ഷിപ്പുകാരനായ ദൈവം പറയുകയാണ്, ഈ മുന്തിരിത്തോട്ടത്തിൽ പറക്കാര, സ്തോത്രം, നാറ്റം പിടിച്ച മറ്റുള്ള ചെടികളെ നശിപ്പിക്കുന്ന പറക്കാര, സ്തോത്രം, മുൾപ്പടർപ്പ്, മുന്തിരിച്ചെടിയെ നശിപ്പിക്കുന്ന, മുന്തിരിവള്ളികൾ പടർന്നു പോകുന്നതിനേക്കാൾ അതിവേഗതയിൽ പടർന്നു പിടിക്കുന്ന മുൾച്ചെടികൾ, മുൾപ്പടർപ്പും എനിക്ക് വിരോധമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ദാറ്റ് മീൻസ് ആ മുന്തിരിത്തോട്ടത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? യുദ്ധത്തിൽ പറക്കാരെയും മുൾപ്പടർപ്പ് എനിക്ക് വിരോധമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. സ്തോത്രം. ഞാൻ അവയുടെ നേരെ ചെന്ന്, ആരെങ്കിലും തെറ്റാറ്റി വായിക്കാതിരിക്കാൻ ഇപ്പോൾ മനസ്സിലായല്ലോ. ഞാൻ അവയുടെ നേരെ ചെന്ന്, സ്തോത്രം, നിങ്ങൾക്കുള്ള ദൂത് വരുന്നുണ്ട്. ഞാൻ അവയുടെ നേരെ ചെന്ന്, ഞാൻ ആ പറക്കാരയ്ക്കും ആ മുൾപ്പടർപ്പിനും നേരെ ചെന്ന് അവയെ ആകപ്പാടെ
ടോട്ടലി മൊത്തത്തിൽ ചുട്ടുകളയുമായിരുന്നു. സ്തോത്രം, സ്തോത്രപ്പ, ഹാലലുയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പ, നന്ദിയോട് സ്തുതിക്കുന്നു. ഹാലലുയ. ദൈവം പറയാണ്, ഞാൻ സൂക്ഷിക്കുന്ന മുന്തിരിത്തോട്ടത്തിൽ, ആ മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കുവാനായിട്ട്, ഉണക്കിക്കളയുവാനായിട്ട്, അത് തിന്നുകളയുവാനായിട്ട് ഏതെങ്കിലും മുൾപടർപ്പോ ഏതെങ്കിലും പറക്കാരെയോ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഉണ്ടെങ്കിൽ ഞാൻ അവയുടെ നേരെ ചെന്ന് അവയെ ചുട്ടുകളയുമായിരുന്നു, നശിപ്പിച്ചു കളയായിരുന്നു. പ്രിയ വിശ്വാസികളെ, ദൈവവിശ്വാസികളാകുന്ന ഇസ്രായേൽ മക്കളാകുന്ന ആ മുന്തിരിത്തോട്ടത്തിൽ ദൈവം പറയുന്നത്, മുന്തിരിത്തോട്ടത്തിൽ ഏതെങ്കിലും ദുഷ്ടാത്മാക്കൾ, മനസ്സിലാവുന്നുണ്ടോ? പറക്കാര, മുൾപടർപ്പ്, ഏതെങ്കിലും ദുഷ്ടാത്മാക്കൾ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ നിങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടി, നിങ്ങളെ ദ്രോഹിപ്പിക്കുന്നതിന് വേണ്ടി, നിങ്ങളെ മനപ്രയാസപ്പെടുത്തുന്നതിന് വേണ്ടി, നിങ്ങളെ കരയിപ്പിക്കുന്നതിന് വേണ്ടി, മാരകമായ രോഗങ്ങൾ കൊണ്ടുതരുന്നതിന് വേണ്ടി, ഉദ്യോഗ മേഖലകളെ തകർച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, മക്കളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും മുൾപടർപ്പ്, ഏതെങ്കിലും പറക്കാര, ഏതെങ്കിലും പിശാചിന്റെ, സാത്താന്റെ, സർപ്പത്തിന്റെ ഏതെങ്കിലും സന്തതികൾ എന്റെ വിശ്വാസികളുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം പറയുകയാണ്, നമ്മളാകുന്ന ആ മുന്തിരിത്തോട്ടത്തിൽ ഏതെങ്കിലും നിന്നെ നശിപ്പിക്കുന്ന ദുഷ്ടശക്തികൾ, നിന്റെ കുടുംബത്തിൽ ഏതെങ്കിലും ദുഷ്ടശക്തികൾ ഉണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു. അതാണ് ആത്മീയമർത്ഥം. നമ്മൾ മുന്തിരിത്തോട്ടത്തിലെ ആ സൂക്ഷിപ്പുകാരൻ, മുന്തിരിത്തോട്ടത്തിലെ സൂക്ഷിപ്പുകാരൻ ദൈവമാണ്. മുന്തിരിത്തോട്ടത്തിലെ ചെടി, മുന്തിരിവള്ളി യേശുവാണ്. അതിലെ കൊമ്പുകൾ നമ്മളാണ്. പറയുകയാണ്, ആ മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കുന്ന, ആ കൊമ്പുകളെ നശിപ്പിക്കുന്ന ഏതെങ്കിലും പറക്കാരെയോ മുൾപടർപ്പോ, ഹല്ലേലൂയ, നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, യേശുവിനോട് ഇപ്പം ചേർന്ന് നിൽക്കുന്ന മക്കളാണ്, കൊമ്പുകളാണ്. ദൈവം പറയാണ്, നിങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ദുരാത്മാവിന്റെ ശക്തികൾ, ഏതെങ്കിലും അന്ധകാര ശക്തികൾ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഞാൻ അവയുടെ നേരെ ചെന്ന് അവയെ ചുട്ടുകളയും. അതെ വിശ്വാസികളെ, ഇന്ന് രാത്രി ഏറ്റെടുത്തോ, ദൂത് ഏറ്റെടുത്തോ. ഇന്ന് രാത്രിയുടെ യാമങ്ങളിൽ കരങ്ങളെടുത്ത് ഏറ്റെടുത്തോ വിശ്വാസികളെ. ഹല്ലേലൂയ. വിശ്വാസികളെയാണ് അവിടെ മുന്തിരിത്തോട്ടം വിശ്വാസികൾ മുന്തിരിത്തോട്ടത്തിലുണ്ട്. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നു. ആ മുന്തിരിത്തോട്ടത്തിലെ കൊമ്പുകളിലെ ശാഖകളായി നിൽക്കുന്ന ഹല്ലേലൂയ, ആ വിശ്വാസികൾക്കെതിരെ പോരാടുന്ന ഏതെങ്കിലും ദുഷ്ടശക്തികൾ ഉണ്ടെങ്കിൽ, പിശാചിന്റെ ശക്തികൾ ഉണ്ടെങ്കിൽ, ദൈവം പോരാടുന്ന രാത്രിയാണ്. ഏറ്റെടുത്തോ. ഹാലൽ. നിന്നെ നശിപ്പിക്കുന്നതിന് വേണ്ടി, രോഗങ്ങളിൽ കൂടിയോ, സാമ്പത്തിക തകർച്ചകൾ കൂടിയോ, ദുരിതത്തിൽ കൂടിയോ, സമാധാനമില്ലാത്ത അവസ്ഥയിൽ കൂടിയോ, ജോലിയുടെ തകർച്ചയിൽ കൂടിയോ, ഏതെങ്കിലും വിധത്തിൽ പിശാച് നിന്നെ നശിപ്പിക്കാനായിട്ട്, നിന്നെ ഒതുക്കുവാനായിട്ട് നിന്നെ കരുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, എന്നാൽ ആ ദുഷ്ടശക്തികളെ ഇന്ന് നശിപ്പിക്കുന്ന രാത്രിയാണ്. ദൈവം നശിപ്പിക്കുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. ഇന്ന് വിശ്വാസികൾക്കെതിരെ പോരാടുന്ന എല്ലാ ദുഷ്ടശക്തികൾക്കെതിരെയും ദൈവം പോരാടും. വിശ്വാസത്തോടെ ഏറ്റെടുത്തു. യുദ്ധം ദൈവത്തിന്റെ അത്രേ. നമുക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്തു കൊള്ളും. ഹല്ലേലൂയ. പ്രിയ ദൈവവിശ്വാസികളെ, വിശ്വാസത്തോടെ കണ്ണുനീരോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പ. വിശ്വാസത്തോടെ ഏറ്റെടുത്തോ. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നു. ആ മുന്തിരിത്തോട്ടത്തിലെ ആ മുന്തിരിവള്ളിയാവുന്ന യേശുവാണ്. നമ്മൾ കൊമ്പുകളാണ്. ആ തോട്ടം സൂക്ഷിപ്പാരൻ പിതാവായ ദൈവമാണ്. ആ ദൈവം പറയുന്നു, തോട്ടത്തിൽ ഒന്നും നശിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ രാവും പകലും കാത്തു പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ്. അഥവാ നശിപ്പിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, ഏതെങ്കിലും ശത്രുക്കൾ ഉണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു, ഏതെങ്കിലും പിശാചിന്റെ ശക്തികൾ ഉണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു, ഞാൻ അവയുടെ നേരെ ചെന്ന് ചുട്ടുകളയുമായിരുന്നു. ഹല്ലേലൂയ. പ്രിയ വിശ്വാസികൾ, നിങ്ങളെ തകർക്കുവാനായിട്ട് നോട്ടം വിട്ടുകൊണ്ടിരിക്കുന്ന ദുഷ്ടാത്മശക്തികളെ, സന്തതികളെ, ആ വിഗ്രഹ സർപ്പത്തിന്റെ സന്തതികളെ, ഹല്ലേലൂയ, സ്തോത്രപ്പ, ആഭിചാര ശക്തികളെ, മന്ത്രവാദ ശക്തികളെ ദൈവം ഇന്ന് തകർത്തു ഓടിക്കുന്ന രംഗമാണ്. ഹല്ലേലൂയ. സമയമാണ്. കാരണം യേശുവെ നന്ദിയോട് സ്തുതിക്കുന്നപ്പ. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. നമ്മൾ ഫലം പുറപ്പെടുവിക്കേണ്ട മക്കളാണ്. നമ്മളെ ഒന്നും തൊടാൻ പാടില്ല, നശിപ്പിക്കാൻ പാടില്ല. നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ട മക്കളാണ്. ഇന്ന് നിങ്ങളുടെ ദൈവം പരിപൂർണമായിട്ടും പല കഷ്ടതയിൽ നിങ്ങൾ വിടുവിക്കുന്ന ദൈവമാണ്. ഏതെല്ലാം വ്യക്തികൾ നിങ്ങൾക്കെതിരെ വന്നാലും, ഏതെല്ലാം ശത്രുക്കൾ നിങ്ങൾക്കെതിരെ വന്നാലും ദൈവം അതിനെതിരെ പോരാടും. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പ. അതാണ് സ്തോത്രപ്പ. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നത്, ആവർത്തന പുസ്തകം 28-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നത്, നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ
നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ, നിന്നോട് എതിർക്കുന്ന പിശാചിന്റെ ശക്തികളെ, നിന്നോട് എതിർക്കുന്ന നിന്റെ ബന്ധുക്കളെ, നിന്നോട് എതിർക്കുന്ന നിന്റെ ചാർച്ചക്കാരെ, നിന്നോട് എതിർക്കുന്ന നിന്റെ അയൽവാസികളെ, ഹല്ലേലൂയ, നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. നിന്റെ മുമ്പിൽ, മറ്റുള്ളവരുടെ മുമ്പിലല്ല. നീ ദൈവത്തെ ആരാധിക്കുന്ന മകളാണോ? നീ ദൈവത്തെ ആരാധിക്കുന്ന മകനാണോ? നീ ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കുന്ന വ്യക്തിയാണോ? നീ കൽപ്പന പ്രകാരം ജീവിക്കുന്ന വ്യക്തിയാണോ? നിന്റെ മുമ്പിൽ തന്നെ നിനക്കെതിരെ പോരാടുന്ന വ്യക്തികളെ ദൈവം തോൽക്കുമാറാക്കും. നിനക്കെതിരെ പോരാടുന്ന പിശാചിന്റെ ശക്തിയിൽ നിന്റെ മുമ്പിലിട്ട് തന്നെ ദൈവം വെട്ടി വീഴ്ത്തും. സ്തോത്രപ്പ, ബലവും ഉറപ്പുമുള്ള വാൾ കൊണ്ട് വെട്ടി വീഴ്ത്തും. സ്തോത്രം, സ്തോത്രപ്പ, ഹല്ലേലൂയ. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ, സ്തോത്രം, നിന്റെ ഉദ്യോഗ മേഖലകളിൽ ഏതെങ്കിലും വ്യക്തികൾ നിനക്കെതിരെ പോരാടുകയാണോ? നിന്റെ ഉയർച്ചയ്ക്കെതിരെ, നിന്റെ പ്രൊമോഷനെതിരെ ഏതെങ്കിലും വ്യക്തികൾ പോരാടുകയാണോ? നിന്റെ മക്കളുടെ ഉന്നമനത്തിനെതിരെ ഏതെങ്കിലും ദുഷ്ട കൂട്ടുകെട്ടുകൾ പോരാടുകയാണോ? സ്തോത്രം. നിന്റെ ജീവിത പങ്കാളി നശിപ്പിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ദുഷ്ട കൂട്ടുകെട്ടുകൾ ആരെങ്കിലും കൂടുകയാണോ? നീ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്ക്. ആ യേശുവിനോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്ക്. ദൈവം അവിടെ പോരാടും. സ്തോത്രപ്പാ, സ്തോത്ര, ഹല്ലേലൂയ. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽപ്പിക്കുമാറാക്കും. സ്തോത്രം, തോൽക്കുമാറാക്കും. ഹല്ലേലൂയ. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയെ നിന്റെ വരും. അവർ, ഈ ശത്രുക്കൾ നിന്നെ തോൽപ്പിക്കുന്നതിന് വേണ്ടി, നിന്നെ നശിപ്പിക്കുന്നതിന് വേണ്ടി, നിന്നെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ശത്രുവിന്റെ ശക്തികൾ ഒരു വഴിയായി നിന്റെ നേരെ വരും. എന്നാൽ ദൈവത്തിന്റെ ശക്തിയാൽ, വചനത്തിന്റെ ശക്തിയാൽ, കർത്താവ് യേശുവിന്റെ ശക്തിയാൽ നിനക്കെതിരെ വരുന്ന ശത്രു 7 വഴിയായി നിന്റെ മുമ്പിൽ കൂടി ഓടിപ്പോകുന്നത് കാണാം. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. പ്രിയ വിശ്വാസികളെ ഏറ്റെടുത്തോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങൾക്ക് നൽകുന്ന ദൂതാണ്. ഹല്ലേലൂയ. ഈ വചനം നിങ്ങൾ അടുത്ത ഞായറാഴ്ച വരെയും നിങ്ങൾ, ഹല്ലേലൂയ, നന്ദിയോട് സ്തുതിക്കുന്നപ്പ, അടുത്ത ഞായറാഴ്ച വരെയും ഇത് എഴുതിയെടുത്തിട്ട് അടുത്ത ഞായറാഴ്ച വരെയും നിങ്ങൾ ഇത് ധ്യാനിച്ചുകൊണ്ട് നടക്കുക. ഇത് തന്നെ ധ്യാനിച്ചുകൊണ്ട് നടക്കുക. വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം അടുത്ത ഞായറാഴ്ച വരെയും ഇത് തന്നെ ധ്യാനിച്ചുകൊണ്ട് നടക്കുക. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായി നിന്റെ നേരെ വരും. എന്നാൽ നീ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നിന്റെ മുമ്പിൽ വരുന്ന, നിന്റെ മക്കളെ എതിർക്കുവാനായിട്ട്, നിന്റെ മക്കളെ നശിപ്പിക്കുവാനായിട്ട്, നിന്റെ ജീവിത പങ്കാളി നശിപ്പിക്കുവാനായിട്ട്, നിന്റെ ഉദ്യോഗ മേഖല നശിപ്പിക്കാനായിട്ട് വരുന്ന ആ ശത്രുക്കൾ, ആ ശത്രു സൈന്യം 7 വഴിയെ തിരിച്ചോടുന്നതായി നിനക്ക് കാണുവാൻ സാധിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രപ്പ, ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പ, നന്ദിയോട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോട് സ്തുതിക്കുന്നപ്പ, നന്ദിയോട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവേ, നന്ദിയോട് സ്തുതിക്കുന്നു. ഈ വചനം എല്ലാവരും അടുത്ത ഞായറാഴ്ച വരെയും ധ്യാനിച്ചുകൊണ്ട് നടക്കുക. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പ. വരുന്ന ശനിയാഴ്ച 17-ാം തീയതി, ഹല്ലേലൂയ, കൊട്ടാരക്കര പുത്തൂറിൽ ഒരു സിസ്റ്ററിന്റെ കെയർ ഓഫിൽ തന്നെ ലൈവായിട്ടുള്ള മീറ്റിംഗ് നടക്കുകയാണ്. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നു. അതിനുവേണ്ടി എല്ലാം പ്രാർത്ഥിച്ചുകൊള്ളുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നന്ദിയോട് സ്തുതിക്കുന്നു. യേശുവേ, നന്ദിയോട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നു. നമുക്ക് എല്ലാവർക്കും കണ്ണുകൾ അടച്ചാട്ടെ. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ വചനം കേട്ടല്ലോ. അന്നാളിൽ യഹോവ കടുപ്പവും വലിപ്പവും ബലവുമുള്ള വാൾ കൊണ്ട് വിദ്രസർപ്പമായ ലിബ്യാദാനെയും വക്രസർപ്പമായ ലിബ്യാദാനെയും സന്ദർശിക്കും. സമുദ്രത്തിലെ മഹാസർപ്പത്തെ അവൻ കൊന്നുകളയും. ഹല്ലേലൂയ. പ്രിയ വിശ്വാസികളെ ധൈര്യത്തോടെ പ്രാർത്ഥിച്ചോ. ഇന്ന് നിന്റെ കുടുംബങ്ങൾക്കെതിരെ ഉയർന്നു നിൽക്കുന്ന കർത്താവ് വിദ്രസർപ്പത്തെയും വക്രസർപ്പമായ ലിബ്യാദാനെയും സമുദ്രത്തിലെ മഹാസർപ്പത്തെയും ഹല്ലേലൂയ കൊന്നുകളയുന്നത് പോലെ ആ ബലമുള്ള കരം കൊണ്ട്, ദൈവത്തിന്റെ ബലമുള്ള കരം കൊണ്ട്, ആ കടുപ്പവും വലിപ്പവും ബലവുമായ വാൾ കൊണ്ട്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ വചനം കൊണ്ട് നിന്റെ കുടുംബത്തിനെതിരെ ഇന്ന് പോരാടുകയാണ്. നിന്നെ നശിപ്പിക്കാനായിട്ട് നിൽക്കുന്ന ശത്രുവിനെതിരെ ദൈവം ഇന്ന് പോരാടുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പ, നന്ദിയോട് സ്തുതിക്കുന്നു. നസ്രായനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഹല്ലേലൂയ. യേശുവിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, പരിശുദ്ധാത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ രക്തം
ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ രക്തം ചെയ്യാം, യേശുവിന്റെ രക്തം ചെയ്യാം കർത്താവെ. യേശുവെ നന്ദിയോട് സ്തുതിക്കുന്നപ്പ, നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവെ. വചന ശുശ്രൂഷയിൽ അങ്ങ് നൽകിയ ദൂതുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം വിടുതൽ നൽകി അനുഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്നപ്പ. നിങ്ങൾ ഏത് ഭാഗത്താണോ നിങ്ങളുടെ രോഗങ്ങൾ, ശരീരത്തിൽ ഏത് ഭാഗങ്ങളിലാണോ നിങ്ങൾ രോഗങ്ങൾ കാണുന്നത്, അവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പ, നന്ദിയോട് സ്തുതിക്കുന്നു. ആ ഭാഗങ്ങളിൽ, ആ രോഗം അനുഭവപ്പെടുന്ന, പ്രയാസം അനുഭവപ്പെടുന്ന ഭാഗങ്ങളിൽ നിങ്ങളുടെ വലത് കരം വെച്ചോളുക. കർത്താവ് യേശുവേ, ഈ ദാസൻ കണ്ണുനീരോടുകൂടി ഈ ദൈവജനം കേട്ടുകൊണ്ടിരുന്ന മക്കൾക്ക് വേണ്ടി ദാസൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യും. കർത്താവ് യേശുവേ, രാത്രിയുടെ യാമങ്ങളിൽ ഈ ദാസൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വിവിധ രാജ്യങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന, അനേകം രാജ്യങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി ദാസൻ കണ്ണുനീരോടെ കർത്താവെ കേരളത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശുവെ, അങ്ങയുടെ അണിപ്പടാർന്ന കരങ്ങൾ ഇപ്പോൾ ആ മക്കളുടെ കർത്താവെ ആ കരങ്ങളിൽ കൂടി സ്പർശിക്കണമേ, തുടരണമേ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ കർത്താവെ സ്തോത്രപ്പാ സ്തോത്രം. കർത്താവെ, അങ്ങയുടെ ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ വചനം, സ്തോത്രം. പാറയെ തകർക്കുന്ന കൂടത്തേക്കാൾ ശക്തിയേറിയ വചനം. ഹല്ലേലൂയ. ഓ സ്തോത്രപ്പാ സ്തോത്രം. ഹല്ലേലൂയ. പല ശരീരത്തിലെ മുഴകളും, ഈ ശരീരത്തിലെ പല മുഴകളും ഹല്ലേലൂയ വിട്ടുമാറി പോകുന്നതായിട്ട്, അഴിഞ്ഞു പോകുന്നതായിട്ട് ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പാ, നന്ദിയോട് സ്തുതിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് എനിക്ക് വെളിപ്പെടുത്തൽ തരികയാണ്. ഹല്ലേലൂയ. ദർശനം പോലെ നൽകുകയാണ്. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പാ, നന്ദിയോട് സ്തുതിക്കുന്നു. മാവിൽ ഒത്തിരി മാങ്ങകൾ നിൽക്കുന്നു. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പ. ആരും അതിനെ പറിക്കുന്നതിന് ഉപകരണങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല, ആരും കയറി പറിക്കുന്നതുമില്ല. എന്നാൽ ആരും തൊടാതെ തന്നെ ഓരോ മാങ്ങകൾ സ്വമേധയാ താഴോട്ട് വീഴുന്നോണ്ടിരിക്കുന്നു. ഓരോ മാങ്ങകൾ മാവിൽ താഴോട്ട് വീഴുന്നോണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ച കർത്താവേ, ഇതെന്താണ് ദർശനം? എനിക്ക് വെളിപ്പെടുത്തണമേ. ഈ ദർശനത്തിന്റെ വ്യാഖ്യാനം എനിക്ക് വെളിപ്പെടുത്തണമേ. പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന പല വിശ്വാസികളിൽ നിന്നും അവരുടെ ശരീരത്തിൽ നിന്നും മുഴകൾ മാങ്ങ വീഴുന്നത് പോലെ ഇന്ന് ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന പല വിശ്വാസികളിൽ നിന്നും, ആയിരക്കണക്കിന് വിശ്വാസികൾ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവരിൽ നിന്നും മുഴകൾ ഓരോന്നോരോന്നായിട്ട് തറയിലോട്ട് വീഴുന്ന രംഗമാണ് കാണിക്കുന്നത്. ദാറ്റ് മീൻസ് അതെല്ലാം അവിടുന്ന് അപ്രത്യക്ഷമാകുന്ന, ഡിസപ്പിയർ ആകുന്ന ഹല്ലേലൂയ മുഴകൾ, ശരീരത്തിലെ മുഴകൾ അപ്രത്യക്ഷമാകുന്ന ആയിട്ടാണ് ദൈവാത്മാ കാണിച്ചു തരുന്നത്. ഹല്ലേലൂയ. നസ്രായനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ ശക്തിയേറിയ വചനം ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിലെ എല്ലാ മുഴകളും ഇപ്പോൾ അപ്രത്യക്ഷമാകണം പ്രാർത്ഥിക്കുന്നു. കരൾ രോഗങ്ങൾ കർത്താവ് പരിപൂർണമായിട്ടും വിടുതൽ പ്രാർത്ഥിക്കുന്നപ്പ. ലിവർ സിറോസിന്റെ എല്ലാ അസുഖങ്ങളും ഭേദമാണ് പ്രാർത്ഥിക്കുന്നു. അപ്പൻഡിക്സ് രോഗികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യൂറിനറി സ്റ്റോണുകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സ്റ്റോണുകളെല്ലാം അപ്രത്യക്ഷമാണെന്ന് പ്രാർത്ഥിക്കുന്നു. കിഡ്നി സ്റ്റോണുകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അപ്രത്യക്ഷമായി പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു, അലിഞ്ഞു പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കിഡ്നി രോഗികളെ കർത്താവ് വിടുതൽ നൽകി പ്രാർത്ഥിക്കുന്നു. ഈ ക്യാൻസർ രോഗികൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന സിംറ്റംസുകളും മുഴകളും എല്ലാം ഈ നിമിഷം മുതൽ സൗഖ്യം വ്യാപരിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം. അമിതമായി തലയിൽ നിന്നും മുടിപ്പൊഴിച്ചിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു സഹോദരി തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ മുടിക്ക് വേണ്ടി. ഹല്ലേലൂയ. എന്റെ മുടി അത്രയും പൊഴിഞ്ഞു പോയല്ലോ. അമിതമായി മുടി പൊഴിയുന്ന ആ ഒരു സഹോദരിയുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ. നസ്രായനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അമിതമായ മുടി പൊഴിച്ചിൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നു. നന്ദിയോട് സ്തുതിക്കുന്നു ഹല്ലേലൂയ. കർത്താവെ, ഹാർട്ട് പേഷ്യന്റുകൾക്ക് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ സമയം മുതൽ കർത്താവെ, ഹൃദയ സംബന്ധമായ രോഗികൾ സൗഖ്യം വ്യാപിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിലെ കർത്താവെ ഹോളുകളെല്ലാം അങ്ങ് അടച്ചു കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. യൂട്രസിലെ മുഴകളെല്ലാം വിട്ടുപോകണം പ്രാർത്ഥിക്കുന്നു. യൂട്രസ് രോഗികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കുന്ന പ്രാർത്ഥിക്കുന്നപ്പ. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ അടഞ്ഞ ചെവികൾ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബധിരർ കർത്താവെ ഊമർ സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കണ്ണ് കണ്ടുവിടാത്ത കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുരുട കർത്താവെ കാണണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നാവിലെ കെട്ടുകളെല്ലാം പൊട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ രക്തം ചെയ്യാം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കാൽമുട്ടുകൾ വേദന മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൈകളിലെ വേദന വിട്ട് മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ കർത്താവ് കുടൽ സംബന്ധമായ എല്ലാ രോഗങ്ങളും ഈ സമയം സൗഖ്യം വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടഞ്ഞ ഗർഭപാത്രങ്ങളെ അങ്ങ് തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
അവർ കൺസീവ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ സാക്ഷ്യങ്ങൾ ഉയരട്ടെ. ഹല്ലേലൂയ. ഹന്നായുടെ ഗർഭപാത്രം കർത്താവെ അങ്ങ് അടഞ്ഞിരുന്നതും ദൈവം അടച്ചതിനെ തുറന്നു കൊടുത്തതുപോലെ ഇന്ന് അനേകം ഗർഭപാത്രങ്ങളെ കർത്താവെ തുറന്നു കൊടുത്ത് അവർ കൺസീവ് ആവട്ടെ, ഗർഭധാരണം ധരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാസറേൻ യേശുവിന്റെ നാമത്തിൽ പാരമ്പര്യങ്ങളെ വർദ്ധിപ്പിക്കണേ പ്രാർത്ഥിക്കുന്നു. അതിന് തടസ്സമായി നിൽക്കുന്ന പിശാചിന്റെ ശക്തികളെ, അന്ധകാര ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ഈ ദാസൻ ശാസിച്ചു ബന്ധിച്ച് ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. പിശാചിന്റെ ശക്തികൾ കുടുംബങ്ങളിൽ വിട്ടുമാറിക്കൊണ്ടിരിക്കുന്നതായി പ്രാർത്ഥിച്ചോ. കരമേടിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. ദുഷ്ടശക്തികൾ വിട്ടുമാറിക്കൊണ്ടിരിക്കുന്ന ഭാഷാപരമുള്ള ഭാഷാവർദ്ധ സ്തുതിച്ചു യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ കർത്താവേ എല്ലാ ദുഷ്ടാത്മകളും മാറിപ്പോട്ടെ. പിശാചിന്റെ ശക്തികൾ കയറട്ടെ. യേശുവിന്റെ രക്തം ജയം ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ രക്തം ജയം. കർത്താവെ ഓരോ മക്കളും വിടുവിച്ചനായി കുടുംബത്തിലെ തകർച്ചകൾ മാറ്റിയതിനായി കർത്താവ് കുടുംബത്തിലെ ആ സമാധാനമില്ലായ്മ എടുത്തു കളഞ്ഞതിനായി മക്കളെ നേർവഴിക്ക് നയിച്ചതിനായി ജീവിത പങ്കാളി മാനസാന്തരപ്പെടുത്തിയതിനായി സാമ്പത്തികമായി അനുഗ്രഹിച്ചതിനായി വിടുതലുകൾ പ്രാപിച്ചതിനായി നന്ദിയോട് സ്തുതിക്കുന്നു. എല്ലാ മാനവും മഹത്വവും യേശുവേ അങ്ങേക്ക് നൽകുന്നു. ഞങ്ങളോ താഴണം. എല്ലാ നാമത്തിനും മേലായ നാമം യേശുവിന്റെ നാമം ഉയരണം. കർത്താവെ നന്ദിയോട് സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ.